നമസ്കാരം. പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ സാമ്പത്തിക നയത്തിൽ പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. സ്വകാര്യ നിക്ഷേപം വഴിയല്ലാതെ കേരളത്തിന് മുന്നോട്ട് പോകാനാവില്ല എന്ന സന്ദേശം ഒരു സൂചനയല്ല, സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണെന്ന് മുഖ്യമന്ത്രി തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി പൊതുമേഖലയെ മുൻനിർത്തി വികസനത്തെക്കുറിച്ച് സംസാരിച്ച കേരളം ഇന്ന് തുറന്നു പറയുകയാണ്, സ്വകാര്യ മൂലധനമില്ല വളർച്ച സാധ്യമല്ല. അതിന്റെ തെളിവാണ് ബജറ്റിലെ മിഷൻ സമുദ്ര, അപൂർവ ധാതു കോറിഡോർ തുടങ്ങി പ്രകൃതി വിഭവങ്ങളെ ആധാരമാക്കിയ വികസന പദ്ധതികൾ. കടൽ, കടൽ തീരം, തുറമുഖങ്ങൾ, ധാതു സമ്പത്ത് ഇതെല്ലാം ഇനി നിക്ഷേപത്തിന്റെയും വ്യവസായത്തിന്റെയും വളർച്ചയുടെയും പുതിയ കേന്ദ്രങ്ങളാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇതോടൊപ്പം ഉയരുന്ന ചോദ്യങ്ങളും ചെറുതല്ല. കേരളത്തിന്റെ സമ്പത്ത് വികസനത്തിന് ഉപയോഗിക്കുകയാണോ അതോ സ്വകാര്യ മൂലധനത്തിന് കൂടുതൽ ഇടം ഒരുക്കുകയാണോ? സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന സർക്കാർ വാദം ശരിയാണോ? അതോ വികസനത്തിന്റെ പേരിൽ പൊതുസമ്പത്തിന്മേലുള്ള നിയന്ത്രണം പതിയെ സ്വകാര്യ മേഖലയിലേക്ക് മാറുകയാണോ? ആശയങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള പ്രായോഗിക മാറ്റമാണോ ഇത്? അതോ കേരളത്തിന്റെ സാമ്പത്തിക നയത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പ്രഖ്യാപിക്കുന്നത് കൂടിയായിരുന്നു ഇന്നത്തെ സംസ്ഥാന ബജറ്റ്. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച എൽ.ഡി.എഫ്. സർക്കാരിന്റെ അവസാന ബജറ്റിൽ ഉണ്ടായിരുന്ന വരുമാനത്തിൽ കുറവ് വരുത്തിയും അതുപോലെ തന്നെ ചെലവിൽ കുറവ് വരുത്തിയുമാണ് പുതിയ ബജറ്റ് വിഭാവനം ചെയ്തത്. അതോടൊപ്പം തന്നെ പദ്ധതി ചെലവിലും മാറ്റം വരുത്തിയിരിക്കുകയാണ്. 35,000 കോടിയിൽ നിന്ന് 30,000 കോടിയായി പദ്ധതി ചെലവ് വെട്ടിക്കുറച്ചിരിക്കുന്നു എന്ന പ്രത്യേകതയും ഉണ്ട്. ഇതിന് കാരണം കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക നില തന്നെയാണ്. പുതിയ വരുമാന മാർഗങ്ങൾ ഒന്നും തന്നെ ഈ ബജറ്റിൽ ഇല്ല. അതേസമയം നികുതി കൂട്ടുവാനുള്ള തീരുമാനങ്ങളും എടുത്തിട്ടില്ല, അങ്ങനെ ജനങ്ങളെ വലച്ചിട്ടുമില്ല. പക്ഷേ 5 വർഷത്തെ വികസനം ലക്ഷ്യമിട്ടുള്ള ദീർഘവീക്ഷണമുള്ള കാര്യങ്ങളാണ് ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞതുപോലെ സ്വകാര്യ മൂലധന നിക്ഷേപം വളർത്തുക എന്നുള്ള കാര്യം തന്നെയാണ്. സ്വകാര്യ നിക്ഷേപത്തിലൂടെ അല്ലാതെ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് ബജറ്റിലും ഉള്ളത്. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. സ്വകാര്യ നിക്ഷേപകർക്ക് മുന്നിൽ കീഴടങ്ങുകയാണ് സംസ്ഥാന സർക്കാർ, അത് അനുവദിക്കുകയില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശനമായി ഉന്നയിച്ചത്. അതിനുള്ള മറുപടി കൂടിയാണ് വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി. സ്വകാര്യ മൂലധനമില്ലാതെ കേരളത്തിന്റെ വളർച്ച സാധ്യമല്ല. അത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോഴുണ്ട്. അത് മാത്രമല്ല, പൊതുമേഖലയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന് ഉറക്കെ പറയുകയും ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പോൾ തന്നെ നഷ്ടത്തിലാണ്. ഒരു തൊഴിലവസരം പോലും പുതുതായി ഉണ്ടാക്കുവാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കഴിയുന്നില്ല. യുവാക്കളെ കേരളത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ സ്വകാര്യ നിക്ഷേപമല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രഖ്യാപനം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മിഷൻ സമുദ്ര എന്നുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ബജറ്റിൽ. കേരളത്തിലെ കടലിനെയും കടൽ തീരത്തെയും റോഡ്, റെയിൽ കണക്ടിവിറ്റിയെയും എല്ലാം ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള പദ്ധതിയാണ് മിഷൻ സമുദ്ര പദ്ധതി. ഇത് വിഴിഞ്ഞം പോലെയുള്ള തുറമുഖങ്ങളെയും മറ്റു തുറമുഖങ്ങളെയും ബന്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി രൂപകൽപ്പന ചെയ്യാൻ പോകുന്നത്. മിഷൻ സമുദ്ര എന്നാണ് പദ്ധതിക്കിട്ടിരിക്കുന്ന പേരും. അതുപോലെ തന്നെ അപൂർവ ധാതുക്കളുടെ കോറിഡോർ, അത് കേന്ദ്രത്തിന്റെ മാതൃകയിലാണ്. കേന്ദ്ര സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ബ്ലൂ എക്കോണമി കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ്. ഇതിന്റെ ചുവട് പിടിച്ചാണ് അപൂർവ ധാതു കോറിഡോർ എന്നുള്ള പ്രഖ്യാപനവും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലെ സാമ്പത്തിക കോറിഡോർ എന്നുള്ള മറ്റൊരു പ്രഖ്യാപനവും കൂടിയുണ്ട്. ഇതെല്ലാം സ്വകാര്യ നിക്ഷേപത്തിന് ഊന്നൽ നൽകുന്നതാണ് എന്ന കാര്യം മറച്ചു വെച്ചിട്ടില്ല ബജറ്റിലും പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും വലിയ വിമർശനം ഉയരുന്നതും ഇവിടെ തന്നെയാണ്. സ്വകാര്യ നിക്ഷേപകർക്ക് മുന്നിൽ കീഴടങ്ങുകയാണോ സംസ്ഥാന സർക്കാർ എന്നുള്ള വിമർശനം ഉയരുകയാണ്. പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ അല്ലാതെ നേരിട്ട് സ്വകാര്യ നിക്ഷേപകർക്ക് മുന്നിലേക്ക് കേരളത്തെ തുറന്നിട്ട് കൊടുക്കുകയാണോ എന്നുള്ള ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. പക്ഷേ അതിനുള്ള മറുപടി ഇന്ന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നൽകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. പിന്നെ തുറമുഖത്ത് പ്രൈവറ്റൈസേഷൻ, അദാനി ഇവിടെ പോർട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എടുത്ത പിണറായി വിജയനാണ് വന്നിട്ട് സ്വകാര്യ മേഖല. ഞാൻ ചോദിക്കട്ടെ, പോർട്ടിന് നിക്ഷേപിക്കാനുള്ള പണം സംസ്ഥാനത്തിനുണ്ടോ? പോർട്ടിന്റെ വികസനത്തിന് വേണ്ടി ഒരു ലോജിസ്റ്റിക്സ് തുടങ്ങാൻ, വിഴിഞ്ഞത്ത് നിന്ന് കാസർഗോഡേക്ക് ഒരു ലോജിസ്റ്റിക്സ് തുടങ്ങാൻ, ഒരു ബാർജ് ലോജിസ്റ്റിക്സ് തുടങ്ങാൻ
ഒരു ഷിപ്പിൽ ലോജിസ്റ്റിക്സ് തുടങ്ങാനുള്ള കപ്പാസിറ്റി സ്റ്റേറ്റിനുണ്ടോ? അപ്പൊ അവിടെ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവന്ന് അവിടെ മത്സരം ഉണ്ടാക്കി ആ സ്വകാര്യ നിക്ഷേപത്തിലൂടെ ബാർജ് ലോജിസ്റ്റിക്സും വെസൽ ലോജിസ്റ്റിക്സും തുടങ്ങും. അവിടെ ഒരു സംശയം വേണ്ട, അത് തുടങ്ങുക. അത് തന്നെയാണ് പോളിസി. പിന്നെ ഔട്ട് ഓഫ് പോർട്ട് അത് ഡെവലപ്പ് ചെയ്യും. അവിടെ ഫിഷറീസ് എക്സ്പോർട്ട് ഉണ്ടാവും. അവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടുന്ന ലോജിസ്റ്റിക്സ് പാർക്കുകൾ ഉണ്ടാവും. ഗവൺമെന്റിന്റെ ഏജൻസികൾക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കും. ഇപ്പോ നമ്മൾ ഇൻകലിനെ കുറിച്ച് പറഞ്ഞു, കിൻഫ്രയെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ KSIL ഇപ്പോ കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്ഥലം KSIL ആണ് നോക്കുന്നത്. ഗവൺമെന്റിന്റെ ഏജൻസികൾക്ക് പരിമിതിയുണ്ട്. നിങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ വീണ്ടും പുറകിലേക്ക് നടന്നു പോകും കേരളം. അതുകൊണ്ട് സ്വകാര്യ നിക്ഷേപത്തെ പൂർണ്ണമായി പ്രോത്സാഹിപ്പിക്കും. ഒരു സ്ഥലത്തും പ്രൈവറ്റൈസേഷൻ പ്രഖ്യാപിക്കുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാമോ? പിന്നെ മിനറൽ കോറിഡോറാണ്. മിനറൽ കോറിഡോർ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച പോളിസി അനുസരിച്ചിട്ടാണ്. എന്താണ് അതിൽ നിന്ന് ഇത്രയും വലിയൊരു ധാതു സമ്പത്ത് കേരളത്തിനുണ്ടായിട്ട്? ഏറ്റവും വലിയ അപൂർവമായ റെയർ എർത്തിന്റെ കോറിഡോറാണ് കേരളം. കാസർഗോഡ് വലിയ ബോക്സൈറ്റ് ഇതാണ്. അത് വളരെ സുതാര്യമായ രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്നത് പോലെ സംസ്ഥാനത്തിന് വലിയ വരുമാനമുണ്ടാക്കുന്ന തരത്തിൽ തൊഴിലുണ്ടാക്കുന്ന രീതിയിൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ ആർക്കാണ് ഈ ഗവൺമെന്റ് തൊഴിൽ കൊടുക്കുന്നത്? എല്ലാ പബ്ലിക് സെക്ടറിലും കോൺട്രാക്ട് ലേബറിനെയാണ് വെക്കുന്നത്. കോൺട്രാക്ട് ലേബറെ KMML ആളെടുത്തിട്ട് എത്ര നാളായി? IRയിൽ ആളെടുത്തിട്ട് എത്ര നാളായി? കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ TCCയിൽ ഒരു അപ്പോയിന്റ്മെന്റ് നടന്നിട്ട് എത്ര നാളായി? ഞാനവിടെയൊക്കെ യൂണിയൻ പ്രസിഡന്റാണ്. ഒരു പുതിയ ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നില്ല. ഉള്ള ജോലിയിൽ നിന്ന് ആള് റിട്ടയർ ചെയ്യുമ്പോൾ കോൺട്രാക്ട് ലേബറെ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പബ്ലിക് സെക്ടർ നടന്നുകൊണ്ട് പോകുന്നത്. നിങ്ങളൊന്ന് അന്വേഷിക്കുക. പബ്ലിക് സെക്ടർ നടത്തിക്കൊണ്ടുപോകുന്നത് പുതിയ അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ട് എത്ര നാളായി? ഈ ട്രാക്കോ കേബിൾ പൂട്ടിപ്പോയില്ലേ? ടെൽക്ക് പൂട്ടലിന്റെ വക്കിലാണ്. അഗ്രോ മെഷീനറി കോർപ്പറേഷൻ പൂട്ടലിന്റെ വക്കിലാണ്. ട്രാവൻകൂർ സിമന്റ്സ് പൂട്ടലിന്റെ വക്കിലാണ്. ആരുടെ പണം എടുത്തുകൊണ്ട് അതൊക്കെ നടന്നു പോകുന്നത്? നമ്മുടെ നികുതി പണം, നമ്മുടെ എക്സ്ചക്കറിൽ നിന്നുള്ള പണം, നിങ്ങളും ഞാനും കൊടുക്കുന്ന നികുതി പണം എടുത്തുകൊണ്ട് ഈ ഒരാൾക്ക് പോലും ജോലി കൊടുക്കാൻ പോലും പറ്റാതെ, റിട്ടയർമെന്റ് വേക്കൻസിയിൽ പോലും ഒരാളെ നിയമിക്കാൻ പറ്റാതെ ഉള്ള പബ്ലിക് സെക്ടർ എടുത്ത് തലയിൽ വെച്ചിട്ട് സ്വകാര്യ നിക്ഷേപം പാടില്ല എന്ന് പറഞ്ഞാൽ ആ പോളിസിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നാണ് UDF ഗവൺമെന്റിന്റെ പോളിസി. അല്ലെങ്കിൽ കേരളം ഉണ്ടാവില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ ക്ലീഷേ വന്ന വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ ഭാവിയെ, അതാണ് ഈ പിള്ളേരൊന്നും ഇവിടെ നിൽക്കാത്തത്. ഇവിടെ എന്ത് കിട്ടിയിട്ടാണ് നിൽക്കുന്നത്? എന്ത് ജോലി കിട്ടിയിട്ടാണ് നിൽക്കുന്നത്? ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ഇവിടെ എത്ര എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്? ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ജോലി കൊടുക്കാൻ പറ്റിയ എത്ര പൊതുമേഖലാ സ്ഥാപനമുണ്ട് ഇവിടെ? BTech പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക് ജോലി കൊടുക്കാൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക് ജോലി കൊടുക്കാൻ ഏത് സ്ഥാപനമുണ്ട് ഇവിടെ? വേണ്ടേ? ഈ കുട്ടികൾക്ക് ജോലിയൊന്നും വേണ്ടേ? ശ്രീ ശ്രീജിത് പണിക്കർ, ചില യാഥാർത്ഥ്യങ്ങളാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വകാര്യ നിക്ഷേപമില്ലാതെ കേരളത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം, പൊതുമേഖലയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ തുറന്നു പറയുന്നത് ആദ്യമാണ്. ബജറ്റിലൊക്കെ ഈ സ്വകാര്യവൽക്കരണവും സ്വകാര്യ നിക്ഷേപവും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വകാര്യ നിക്ഷേപത്തിന്റെ കാര്യമൊക്കെ ഒളിച്ചു കടത്തുകയാണ് പലപ്പോഴും. പക്ഷേ ഇവിടെ പരസ്യമായിട്ട് പറയുകയാണ് സ്വകാര്യ നിക്ഷേപം മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള കാര്യം. താങ്കൾ അനുകൂലിക്കുകയാണോ ഈ വാദത്തോട്? സ്വകാര്യവൽക്കരണം എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് വ്യക്തിപരമായി അല്ലെങ്കിൽ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ യോജിപ്പുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അത് നിവൃത്തികേട് കൊണ്ട് ആൾക്കാർ പറഞ്ഞാലും ഇനി നിവൃത്തികേട് കൊണ്ടല്ല എങ്കിലും പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നതിനെ ആസ് എ മാറ്റർ ഓഫ് പോളിസി പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ കാണുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യവൽക്കരണം എന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് അവരുടെ ജനറൽ ആയിട്ടുള്ള ഒരു നിലപാട് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ ഒരു പോളിസി മാറ്ററാണിത്. അങ്ങനെ ആ രീതിയിൽ കോൺഗ്രസ് ഇതിനെ കണ്ടാൽ എല്ലായ്പ്പോഴും ഇപ്പോൾ കേന്ദ്ര സർക്കാരാണ് ഇത്തരത്തിലുള്ള ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റിന് പോകുന്നത് എങ്കിൽ അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷന് പോകുന്നത് എങ്കിൽ ആ സമയത്ത് അതിനെ എതിർക്കുന്ന ആൾക്കാർക്ക് സംസ്ഥാനത്ത് പ്രൈവറ്റൈസേഷനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കഴിയുമോ? ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് സ്വകാര്യ നിക്ഷേപകരെ ആകർഷിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ്. കോൺഗ്രസ് കേന്ദ്രം ഭരിച്ച സമയത്തും അങ്ങനെ തന്നെയായിരുന്നുവല്ലോ കോൺഗ്രസിന്റെ നിലപാട്. ഇപ്പോൾ കേന്ദ്രത്തിൽ BJP
വികസനം നടത്തുമ്പോൾ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അത് കോർപ്പറേറ്റുകളെ സഹായിക്കാനാണെന്ന് പറയും. അതൊരു പ്രതിപക്ഷ വിമർശനം എന്ന നിലയിൽ. പക്ഷേ കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് സ്വകാര്യ നിക്ഷേപത്തിന് എതിരല്ല. അല്ല, അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ സ്വകാര്യ നിക്ഷേപം എന്ന് പറയുന്നതിനോ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതിനോ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം എന്ന് പറയുന്നതിനോ ആസ് എ മാറ്റർ ഓഫ് പോളിസി അതിനൊരൊറ്റ ഒരു തത്വം മാത്രമേ ഉള്ളൂ. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കേണ്ടത് സ്റ്റേറ്റ് ആണ്, ബിസിനസ് നടത്തേണ്ടത് സ്വകാര്യ വ്യക്തികളാണ്. ഇതാണ് അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഡിമാർക്കേഷൻ എന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ട് അത് തന്നെയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടിസ്ഥാന സൗകര്യ വികസനം നടത്താനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശവും അധികാരവും നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും സർക്കാരിനാണ്. കാരണം സ്വകാര്യ വ്യക്തികൾക്ക് റോഡ് ഉണ്ടാക്കാൻ കഴിയില്ല, സ്വകാര്യ വ്യക്തികൾക്ക് വിമാനത്താവളങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കൊടുക്കുന്നു. എന്നിട്ട് അവിടെ ബിസിനസ് ചെയ്യുന്നതിനുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കിയിട്ട് അവിടേക്ക് സ്വകാര്യ നിക്ഷേപകർ വരട്ടെ, അവർ ബിസിനസ് ചെയ്യട്ടെ എന്നുള്ളതാണ് അതിന്റെ ഒരു പങ്ക്. പക്ഷേ ഇതിലെ രസകരമായിട്ടുള്ള ഒരു കാര്യം, കോൺഗ്രസ് ആസ് എ മാറ്റർ ഓഫ് പോളിസി ചെയ്യുന്ന കാര്യത്തിൽ മഞ്ജുഷ പറഞ്ഞതിൽ നിന്നൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് സർക്കാർ ബിസിനസ് നടത്തി പൊളിഞ്ഞു പൊട്ടി പാളീസായതിനു ശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും സ്വകാര്യത്തിന് വിട്ടുകൊടുക്കാം എന്നുള്ളതാണ്. അതായത് സർക്കാർ ആദ്യം ബിസിനസ് നടത്തുന്നു, എന്നിട്ട് അത് എവിടെയെങ്കിലും വെച്ച് പൊട്ടുന്നു. അങ്ങനെ പൊട്ടിയതിനു ശേഷം ശരി, ഇനി ഈ കാര്യമെല്ലാം നമുക്ക് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാം എന്ന് പറയുകയാണ്. അത് സത്യത്തിൽ ശരിയായിട്ടുള്ള ഒരു നിലപാടോ സമീപനമോ ഒന്നുമല്ല. ഇപ്പോൾ ശ്രീ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്ന ഉദാഹരണ സഹിതം അദ്ദേഹം സമർത്ഥിച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. ഒന്ന് ടെൽക്കാണ്. ടെൽക്ക് ഇതാ പൂട്ടിപ്പോകാനായിട്ട് പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് അദ്ദേഹം അഗ്രോ മിഷനറി കോർപ്പറേഷനെ പറ്റി പറയുന്നുണ്ട്, അത് പൂട്ടിപ്പോകാൻ പോകുന്നു. പിന്നെ ട്രാവൻകൂർ സിമെന്റ്സിനെ പറ്റി പറയുന്നുണ്ട്, അത് പൂട്ടിപ്പോകാൻ പോകുന്നു. എന്ന് വെച്ചാൽ ഇതേ തത്വമാണ്. അതായത് ഇത് സ്വകാര്യ മേഖലയിലല്ല, മറിച്ച് പബ്ലിക് സെക്ടറിൽ ഇത് പ്രവർത്തിച്ചു വന്ന് നമ്മളുടെ ഈ മോശമായിട്ടുള്ള അതിന്റെ അഡ്മിനിസ്ട്രേഷൻ കാരണം അത് പൂട്ടലിന്റെ വക്കിലെത്തിയിരിക്കുന്നു. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ പ്രൈവറ്റ് നിക്ഷേപമാകാം, അതല്ലെങ്കിൽ ഇനി അവിടെ നമുക്ക് സ്വകാര്യ നിക്ഷേപകരെ കൊണ്ടുവന്ന് ഈ ബിസിനസ് അവരെ ഏൽപ്പിക്കാം. അല്ല, അതല്ലെങ്കിൽ കേരളത്തിന് മുന്നോട്ട് പോകാനാവില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിന് വളർച്ച ഇവിടെ കൊണ്ട് നിൽക്കും, അല്ലെങ്കിൽ പിന്നോട്ട് പോകും. മഞ്ജുഷ, ഞാൻ പറയുന്നതിന്റെ പ്രശ്നം അതാണ്. അതായത് ഈ സ്വകാര്യ നിക്ഷേപകരെ നമ്മൾ സ്വീകരിക്കേണ്ടത്, അവരെ നമ്മൾ സമീപിക്കേണ്ടത് സർക്കാർ ബിസിനസ് നടത്തി പൊട്ടിയതിന് ശേഷമല്ല. ആ ഒരു കാര്യത്തിലേക്ക് ഒരു വേക്കപ്പ് കോളായിട്ട് അതിനെ കോൺഗ്രസ് ഇപ്പോഴും കാണുന്നില്ല എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ ബിസിനസ് നടത്തി, ഞങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട്, ഞങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട് പൊളിഞ്ഞ ശേഷം ഇനി ഇതിനെ നന്നാക്കാനായിട്ട് സ്വകാര്യ നിക്ഷേപകർ വരൂ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു അപ്രോച്ചേ അല്ല. ഇപ്പൊ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഡിസ്ഇൻവെസ്റ്റ്മെന്റ് സ്കീം എന്താ നോക്കൂ. ലാഭമാണെങ്കിലും അല്ലെങ്കിലും അവർ അതിനെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പോളിസി. സർക്കാർ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുന്നു, മറ്റുള്ള ആൾക്കാർ ഇത് ചെയ്യുന്നു. മറ്റൊരു വ്യത്യാസം കൂടി വി ഡി സതീശൻ പറയുന്നുണ്ട്, മുഖ്യമന്ത്രി പറയുന്നുണ്ട്, സ്വകാര്യവൽക്കരണം, അതായത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണമല്ല, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നും പറയുന്നുണ്ട്. സ്വകാര്യ നിക്ഷേപകരെ പുതിയ ചില പദ്ധതികളിലേക്ക് കൊണ്ടുവരുന്നതും സ്വകാര്യവൽക്കരണവും. അദ്ദേഹം KCBയുടെ കാര്യവും പറയുന്നുണ്ട്. KCBയെ ഞങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വകാര്യവൽക്കരണത്തെയും സ്വകാര്യ നിക്ഷേപത്തെയും രണ്ടായിട്ടാണ് കാണുന്നത്. അതായത് കേരളത്തിന്റെ വിഭവങ്ങളിൽ ഈ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുക എന്നുള്ളത്. അതാണല്ലോ ധാതു സമ്പത്തിന്റെ കാര്യം പറഞ്ഞത്. കടൽ അല്ല, അത് വെറും സാങ്കേതികത്വമാണ്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രാവൻകൂർ സിമെന്റ്സിനെ ഏതിൽ പെടുത്തും, എന്തിൽ പരിഗണിക്കും? എന്തിനാണ് അദ്ദേഹം ആ ഉദാഹരണം പറഞ്ഞത്? ട്രാവൻകൂർ സിമെന്റ്സ് പൂട്ടലിന്റെ വക്കിലാണ്, പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്, പൂട്ടലിന്റെ വക്കിലാണ്, ഇനി വേറെ മാർഗമില്ല എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ടല്ല. അത് പുള്ളി ട്രാവൻകൂർ സിമെന്റ്സിനെ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു എന്ന് പറയുന്നില്ല കേട്ടോ, അങ്ങനെ പറയുന്നില്ല അദ്ദേഹം. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാലോ സ്വകാര്യ നിക്ഷേപം എന്ന് പറഞ്ഞാലോ വാട്ട് ഈസ് പ്രൈവറ്റൈസേഷൻ? സ്വകാര്യ വ്യക്തികൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് നടത്താൻ പറ്റുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ തന്നെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു മേഖലയിലേക്ക് ഗവൺമെന്റ് റൺ ചെയ്യുന്ന ബിസിനസ് ആണോ, ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിലുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ് ആണോ എന്നുള്ള ഒരു ഡിസ്റ്റിങ്വിഷൻ മാത്രമേ. പക്ഷേ ഈ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള പുതിയ പദ്ധതിയിലേക്ക് വരികയാണെങ്കിൽ മിഷൻ സമുദ്ര, അതിൽ ഉറപ്പായിട്ടും സ്വകാര്യ നിക്ഷേപമായിരിക്കും വരാൻ പോകുന്നത്. അത് സർക്കാർ നിക്ഷേപിച്ച് പരാജയപ്പെട്ട ഒന്നല്ലല്ലോ, അതിൽ സ്വകാര്യ നിക്ഷേപം വരുന്നു. പശ്ചാത്തല സൗകര്യം സംസ്ഥാന സർക്കാർ ഒരുക്കി കൊടുക്കുന്നു. അപ്പോൾ അവിടെ PPPയും വരും. അല്ല, ഞാൻ പറഞ്ഞത് രണ്ടും ഒന്ന് തന്നെയാണ് മഞ്ജുഷ്. ഞാൻ പറയുന്നത് നമ്മുടെ കൺവെൻഷണൽ രീതി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കേരളത്തിന് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടായ, നമുക്ക് എന്നോ കൈവന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെയും ചിന്തയുടെയും ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിയാണ്. അതായത് സംസ്ഥാനം തന്നെ, സ്റ്റേറ്റ് തന്നെ എല്ലാ ബിസിനസ്സും നടത്തണം എന്നുള്ളത് ഒരു ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിയാണ്. എന്നാൽ സ്വകാര്യ വ്യക്തികൾക്ക് ഇടമുണ്ടാകണം എന്ന് പറയുന്നത് ഒരു റൈറ്റ് വിങ് ഐഡിയോളജിയാണ്. ഈ രണ്ട് ഐഡിയോളജികളുടെ പ്രശ്നമാണിത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ആരോഗ്യ മേഖല എന്ന് പറയുന്നത് സർക്കാരിന്റെ കയ്യിൽ ഇരിക്കണം, ഇവിടുത്തെ ബിസിനസ് എപ്പോഴും സർക്കാരിന്റെ കയ്യിൽ ഇരിക്കണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഇടതുപക്ഷക്കാരനുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് അതിനെയൊക്കെ പ്രകൃതി വിഭവം നമ്മുടെ കയ്യിൽ തന്നെ, സർക്കാരിന്റെ കയ്യിൽ തന്നെ ഇരിക്കണം എന്നുള്ളതും. അതായത് സർക്കാരിന്റെ കയ്യിലിരിക്കണം, സർക്കാർ നടത്തണം, സർക്കാർ ഡിവിഡന്റ് പ്രോഫിറ്റ് എടുക്കണം, സർക്കാർ ഡിവിഡന്റ് കൊടുക്കണം, സർക്കാർ മൊത്തത്തിൽ ഇത് ഓടിച്ചുകൊണ്ട് പോകണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഈ സർക്കാർ ജോലിയോട് പോലെയുള്ള ഒരു താല്പര്യം കൂടുതലായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള സാലറി പാക്കേജുകളും മറ്റുമൊക്കെ സ്വകാര്യ മേഖലയിലുള്ളപ്പോഴും
ഈ സർക്കാർ മേഖലയിൽ ഒരുപക്ഷെ ഒരു ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കാവുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ 10 വർഷം കൊണ്ട് 15 വർഷം കൊണ്ട് സ്വകാര്യ മേഖലയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള മാർഗ്ഗമുള്ളപ്പോഴും നമുക്ക് ഈ സർക്കാർ മേഖലയോടുള്ള താല്പര്യം, സർക്കാർ ജോലി കിട്ടണം എന്നൊക്കെ പറയുന്നതിന്റെ ആ രീതി തന്നെ നമ്മുടെ ഒരു ഇടത് മൈൻഡ് സെറ്റാണ്. ഞാൻ പറഞ്ഞ ആ മൈൻഡ് സെറ്റിനെയോ ഐഡിയോളജിയോ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭാരിച്ച വലിയ പദ്ധതികളൊക്കെ തന്നെ നടപ്പാക്കുന്നതിന് വേണ്ടി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് കാലോചിതമായിട്ട് നമ്മൾ എടുക്കേണ്ടുന്ന ഒരു തീരുമാനമാണ്. അപ്പൊ നമുക്കറിയാം ഈ സമുദ്ര എന്ന് പറയുന്ന കാര്യം, അതിന് ഇനിഷ്യലി അലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട് വളരെ കുറവാണ്. വലിയ അംബീഷ്യസ് ആയിട്ടുള്ള കേരളത്തിന്റെ 600 കിലോമീറ്റർ ഒരു തീരപരിധി ഉള്ള ഒരു സ്ഥലത്ത് 400 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് അവിടെ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് തീരെ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ വർഷത്തേക്ക് പര്യാപ്തമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. അപ്പൊ അവിടേക്ക് സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ വരണം, അതിന്റെ അനുബന്ധമായിട്ടുള്ള നിരവധി സേവനങ്ങളുണ്ട്, ആ കാര്യങ്ങളിൽ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ വരണം. സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് മാനുഫാക്ചറിങ് പോലെയുള്ള സെക്ടറുകളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള വലിയ ഒരു സ്കോപ്പ് ഇല്ലാതിരിക്കുന്ന, ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി കാരണം സ്ഥലം ഏറ്റെടുക്കുന്നതിനൊക്കെ തന്നെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള മേഖലകൾ എന്താണ് എന്ന് കണ്ടെത്തി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരിക, അതിനുള്ള എൻവയോൺമെന്റ് ഉണ്ടാക്കുക. ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിൽ അതിന്റെ എൻവയോൺമെന്റ് ഉണ്ട്. തെലങ്കാനയിലേക്ക് പോയാൽ, മഹാരാഷ്ട്രയിലേക്ക് പോയാൽ, ഗുജറാത്തിലേക്ക് പോയാലൊക്കെ തന്നെ അതിന്റെ എൻവയോൺമെന്റ് ഉണ്ട്. എന്തുകൊണ്ടാണ്? നമ്മളിവിടെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് എന്നൊക്കെ നമ്മളിവിടെ പേപ്പറിൽ പറയുന്നെങ്കിൽ അവിടെ അത് ഇംപ്ലിമെന്റ് ചെയ്യും. നമുക്കറിയാമല്ലോ ഇവിടെ സാബു ജേക്കബിനെ എങ്ങനെയാണ് അവർ ചാർട്ടർ ഫ്ലൈറ്റിൽ അവരെ കൊണ്ടുപോയി അവിടെ ഡീല് നടത്തിയതെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഒരു രീതിയിലത്തേക്ക് നമ്മൾ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. അപ്പൊ ആ രീതിയിലത്തേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക, അത് ഇപ്പൊ ഈ ഒരു കാര്യത്തിലാണെങ്കിലും മറ്റു വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അങ്ങേയറ്റം സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ആൾക്കാരുടെ ഈ മൈൻഡ് ഷിഫ്റ്റ്, ഒരു മൈൻഡ് സെറ്റിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കുമെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിയിൽ നിന്ന് കുറച്ച് റൈറ്റ് വിങ് ഐഡിയോളജിയിലേക്ക് അത് പോകുമെങ്കിൽ അത് നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം സർക്കാർ നടത്തി ബിസിനസ് നടത്തി പൊട്ടിയതിനു ശേഷം ആൾക്കാരെ കൊണ്ടുവരുന്ന മേഖലയല്ല സ്വകാര്യ മേഖല. അവരോട് കുറച്ചുകൂടി ബഹുമാനം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അതിന് കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ, അതിപ്പോ ഈ ട്രേഡ് യൂണിയൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രാദേശിക തലത്തിൽ ഇപ്പോ UDF ഭരിക്കുന്ന സമയം പ്രാദേശിക തലത്തിൽ പഞ്ചായത്തിൽ നിന്നുള്ള അപ്രൂവൽ കിട്ടുന്ന സമയത്ത് അത് LDFന്റെ പഞ്ചായത്താണെന്നുണ്ടെങ്കിൽ അവിടുന്ന് അപ്രൂവൽ വരാതെ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്റ്റേറ്റിനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള സഹകരണം, ഇങ്ങനെയുള്ള കുറേയധികം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ആ മാറ്റത്തിനുള്ള ഒരു തുടക്കമായിട്ട് ഇത് മാറുമെന്നുണ്ടെങ്കിൽ അപ്പാർട്ട് ഫ്രം ഈ പോളിസി ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് അതിനൊക്കെ അപ്പുറത്തേക്ക് അത് സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നും അത് ഇനിയുള്ള പദ്ധതികൾക്കെല്ലാം തന്നെ ഉപയോഗിക്കാവുന്ന ഒരു മോഡലായി മാറുമെന്നുമാണ് ഞാൻ കരുതുന്നത്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഇംപ്ലിമെന്റേഷന് UDF മാത്രം വിചാരിച്ചാൽ പോരാ, ഈ നാട്ടുകാരും ഇവിടുത്തെ പ്രതിപക്ഷവും ഒക്കെ തന്നെ വിചാരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കൊടിയും പിടിച്ച് ആൾക്കാർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്വകാര്യവൽക്കരണമാണ്, പ്രൈവറ്റൈസേഷനാണ്, അംബാനി അദാനിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ട്രഡീഷണൽ സ്റ്റൈലിൽ കോൺഗ്രസ് മറ്റുള്ള സ്ഥലങ്ങളിൽ BJPക്കെതിരെ ഇറക്കുന്ന അതേ നമ്പർ തന്നെ ഇവിടെ CPM കോൺഗ്രസിനെതിരെ എടുത്തു കഴിഞ്ഞാൽ ശരിയാണ്. GV ഹരി, കേന്ദ്രത്തിനെതിരെ കോൺഗ്രസ് ഇറക്കുന്ന അതേ കാര്യം തന്നെ ഇവിടെ കോൺഗ്രസ് അത് നടപ്പാക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെയുണ്ട് കേട്ടോ. കാരണം ഡബിൾ സ്റ്റാൻഡ് അവിടെയും ഉണ്ട്. GV ഹരി, ഹലോ, എന്നോടാണോ? അതെ അതെ, ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ആദ്യമേ പറയട്ടെ. കേൾക്കുന്നുണ്ട്? ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. സോ മഞ്ജുഷേ, ഇതിനകത്ത് ഞാൻ ഈ ബജറ്റിനെ വിലയിരുത്തുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബജറ്റ് എന്ന നിലയിലാണ്. ഇവിടെ നമുക്ക് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണത്തെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അവർ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു സ്വകാര്യ നിക്ഷേപം അല്ലെങ്കിൽ സ്വകാര്യ വൽക്കരണം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും അതില്ല എന്ന് പറയാൻ ഇപ്പോൾ ഞങ്ങൾ തയ്യാറാകുന്നില്ല. എൻ്റെ പ്രധാനപ്പെട്ട കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. 87,000 കോടി അല്ലെങ്കിൽ 87,000 കോടി രൂപയുടെ കടം ബാധ്യത, 5.07 ലക്ഷം കോടിയുടെ കടം ഉള്ള ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് നമുക്ക് പുതിയതായി ഇത്തരത്തിലൊരു സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് ഇവിടെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിൽ കൊടുക്കണം, സർക്കാരിന് അത് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 28 സംസ്ഥാനങ്ങളിലും 8 യൂണിയൻ ടെറിട്ടറികളിലും എല്ലാ സർക്കാരുകളും മത്സരിച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ് അടക്കം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രഖ്യാപനം നേരത്തെ ഇവിടെ മഞ്ജുഷ് ശ്രീജിത്തിനോട് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഭരിക്കുമ്പോൾ UPA സർക്കാർ ഉണ്ടായിരുന്ന കാലത്തും ഞങ്ങൾ ആ നയം സ്വീകരിച്ചിട്ടുണ്ട്.
അത് ശ്രീ മൻമോഹൻ സിംഗിൻ്റെ കാലം മുതൽ തന്നെ അത്തരത്തിലുള്ളൊരു സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷന് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ വലിയ വിസ്മയങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് വിസ്മയം ഇപ്പോഴില്ല എന്ന് തോന്നുന്നതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് അതിനകത്തൊരു പ്രാക്ടിക്കലായിട്ട് ഈ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, കാരണം പണം എന്തെല്ലാം പറയാം, സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് ബജറ്റിൽ വലിയ കോടികൾ ഇങ്ങനെ നീക്കി വച്ചിരിക്കുന്നു എന്ന് പറയാറുണ്ട്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമ്മൾ അതിൻ്റെ ഒരു അസസ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ ആ വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി പരിശോധിച്ച് നോക്കുമ്പോൾ എത്രത്തോളം നടപ്പാക്കിയെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പകുതി പോലും നടപ്പാക്കാനായിട്ട് സർക്കാരിന് സാധിക്കാറില്ല. അപ്പോൾ അത്തരത്തിലല്ല നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മിഷൻ സമുദ്ര വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാവുന്ന പോലെ 2 പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഉണ്ട് നമുക്ക്. അതോടൊപ്പം തന്നെ മറ്റ് പല ഇതുമായി ബന്ധപ്പെട്ടിട്ട് 10-17ഓളം ചെറിയ തുറമുഖങ്ങൾ, അതോടൊപ്പം തന്നെ ഷിപ്പിംഗ് ടെർമിനൽ, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സാധ്യതയെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അവിടെയാണ് ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഈ മിഷൻ മുന്നോട്ട് വെക്കുന്നത് ഈ ഗവൺമെൻറ്. അതിനിപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതുപോലെ 400 കോടി രൂപ തികയില്ല അല്ലെങ്കിൽ പോരാ എന്ന് പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ ശ്രീജിത്തെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, പണം വേണ്ടേ നമ്മുടെ കയ്യിൽ? ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5.0 ലക്ഷം കോടി രൂപ കടമുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ 87,000 കോടി രൂപയുടെ ബാധ്യത കൊടുത്തു തീർക്കാൻ കടം കൊടുത്തു ബാധ്യതയുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു തുടക്കം എന്ന നിലയിലാണ് നമ്മളിത് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഇന്ന് പത്രക്കാർ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. 25 ലക്ഷം രൂപയുടെ സൗജന്യമായിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് എല്ലാ നമ്മുടെ കേരളത്തിലെ കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാ വീടുകൾക്കും കൊടുക്കുമെന്ന് പറഞ്ഞു. അതിന് മാറ്റിവെച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് 10 കോടി രൂപയാണ്. അത് മതിയോ എന്നൊരു ചോദ്യം ചോദിച്ചു. വളരെ കൃത്യമായി അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു CPR തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ തുക നമ്മൾ തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്, മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പദ്ധതി പ്ലാനിങ്ങോടുകൂടി അതിൻ്റെ കാര്യങ്ങളും മറ്റ് സംവിധാനങ്ങളും അതിൻ്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, അതിൻ്റെ പ്ലാനിങ് എങ്ങനെ വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ആ തുക മാറ്റിവെച്ചിരിക്കുന്നത്. അതിലൂടെ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ഈ ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്ന പല തുകകളും ഒരു തുടക്കം എന്ന നിലയിലാണ്. ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് വലിയ സങ്കടമുണ്ടായി എന്ന് പറയുന്നു. എന്താ പറഞ്ഞത്? ഈ ബജറ്റിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഒരു തരത്തിലും DA/DR ഗഡുക്കൾ വരുത്തില്ല എന്നുള്ള, ആ ഗഡുക്കൾ കൃത്യമായി കൊടുക്കും. അതൊരു പ്രഖ്യാപനം മാത്രമാണ്, അത് കൊടുക്കുമെന്നുള്ള ഒരു ആശ്വാസം മാത്രമാണ്. പക്ഷേ എങ്ങനെ കൊടുക്കും, എന്ന് കൊടുക്കും എന്നുള്ള കാര്യം വന്നിട്ടില്ല. അത് മാറ്റിവെക്കാം. സർക്കാർ ജീവനക്കാർക്ക് വലിയ വിസ്മയം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അതുണ്ടായില്ല. നോക്കൂ, അല്ല, ഇതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്വകാര്യ നിക്ഷേപം തന്നെയാണല്ലോ. അതൊന്നും ഇതിനകത്ത് സ്വകാര്യ നിക്ഷേപത്തിലൂടെ പണം വരാതെ കേരളത്തിന് ഇനി മുന്നോട്ട് പോകുവാൻ അതെന്നെ പറയുന്നത് സത്യമല്ലേ? ഞാൻ ചോദിക്കുന്നതല്ലേ സത്യം, അതല്ല യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ നമ്മൾ കണ്ണടച്ചിട്ട് വല്ല കാര്യവും. സ്വകാര്യ നിക്ഷേപകർ വന്ന് നികുതി ഇനത്തിലും മറ്റുമായിട്ട് സംസ്ഥാനത്തിന് ഈ ഇൻകം വന്നു തുടങ്ങുമ്പോൾ, വരുമാനം വന്നു തുടങ്ങുന്നത് വരെ സംസ്ഥാനം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. സംസ്ഥാനത്തിന് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല. ശ്രീ മഞ്ജുഷ, അതാണ് യാഥാർത്ഥ്യം. നമ്മുടെ മുമ്പിൽ നമുക്ക് ടൂറിസം മേഖല മാത്രമാണ് നമ്മുടെ മുമ്പിൽ ആകപ്പാടെ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു വരുമാന സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. നമുക്കിവിടെ വലിയ വ്യവസായങ്ങളില്ല. നമുക്ക് അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖല കാര്യങ്ങൾ അറിയാം. ഈ മേഖലകളെല്ലാം തന്നെ നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് കാര്യങ്ങൾ ചെലവഴിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത് മാത്രമല്ല, ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 77% പെൻഷനും അതോടൊപ്പം ശമ്പളവും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പോകുന്നു. ബാക്കി തുക മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ബജറ്റിന് മുമ്പ് തന്നെ വളരെ കൃത്യമായി ധവളപത്രം പുറത്തിറക്കിയത്. എന്താണ് നമ്മുടെ ആരോഗ്യസ്ഥിതി എന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ആ യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ 10 വർഷം. അപ്പോൾ നമ്മളെന്താ ചെയ്തത്? ഞങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യം ഈ സർക്കാർ കഴിയുന്നത്ര എല്ലാ മേഖലയിലെയും ചെലവ് കുറച്ചു കൊണ്ടുവന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി രണ്ടാമത് എന്താ നമുക്ക് പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്നത്? നമുക്ക് ഇത് ആരെങ്കിലും അല്ലെങ്കിൽ ഒരു 1-2 വ്യക്തികൾ മാത്രം ചേർന്ന് എടുത്തിട്ടില്ല. പ്രതിപക്ഷത്തുള്ള, അതോടൊപ്പം ഈ കേരളത്തിലുള്ള ഏറ്റവും മികച്ചതായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ധനകാര്യ വിദഗ്ധന്മാരടക്കമുള്ള എക്സ്പേർട്സുമായി വളരെയധികം സമയം
മുഖ്യമന്ത്രിയും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അതിനകത്ത് ഇവിടെ സ്വകാര്യ നിക്ഷേപകർക്ക് കടന്നു വരാൻ ആവശ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എൻവറോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. ശരി, അതിനുവേണ്ടിയുള്ള മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഭൂപരിഷ്കരണ നിയമം 2 എന്നുള്ള പേരിൽ ഭൂമി കിട്ടുന്നതിനുള്ള തടസ്സം മാറ്റി കൊടുത്തിട്ടുമുണ്ട്. ഇതും അതിനകത്ത് വന്നിട്ടുണ്ട്. ശരി, ശ്രീ എം കെ ഹരിദാസ്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? സ്വകാര്യ നിക്ഷേപമാണ് ഈ ബജറ്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിന് ന്യായീകരണവും വരുന്നുണ്ട്. ഈ സ്വകാര്യ നിക്ഷേപകർ വന്ന് കേരളത്തിൽ പണം മുടക്കാതെ ഇനി കേരളത്തിന് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. സ്വകാര്യ മൂലധന നിക്ഷേപം കൊണ്ട് മാത്രമേ കേരളം രക്ഷപ്പെടൂ എന്നൊരു ചിന്ത കോൺഗ്രസിനും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കും വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമായ കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മഞ്ജുഷെ. പക്ഷേ എളുപ്പമായിട്ട് ഈ സ്വകാര്യ മൂലധന നിക്ഷേപം കേരളത്തിൽ നടത്താൻ പറ്റുന്ന VD സതീശനോ കോൺഗ്രസ്സുകാരോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം അബദ്ധജടിലമായ ഒരു ചിന്താഗതിയാണ്. കാരണം ഭരിക്കുന്ന CPM-നേക്കാൾ, ഇവിടെ ശ്രീജിത്ത് പണിക്കർ സൂചിപ്പിച്ചതിന്റെ ബാക്കി പിടിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഭരിക്കുന്ന CPM-നേക്കാൾ അങ്ങേയറ്റം അപകടകാരികളാണ് ഭരിക്കാത്ത പ്രതിപക്ഷത്തിരിക്കുന്ന CPM. ഇപ്പൊ ഈ പറഞ്ഞതുമാതിരി തന്നെ സ്വകാര്യ മൂലധന നിക്ഷേപം ഈ നടത്തിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് VD സതീശൻ മനസ്സിലാലോചിക്കുന്ന കാര്യം എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടാൽ തന്നെ അതിന് എന്തൊക്കെ തുരങ്കം വെക്കാൻ പറ്റുമെങ്കിൽ അതിന് തുരങ്കം വെക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷം തയ്യാറാകും. കാരണം 10 വർഷത്തെ ഭരണം കൊണ്ട് കേരളത്തെ കട്ടുമുടിച്ച്, നമ്മൾ പറയില്ലേ, കുത്തഴിഞ്ഞൊരു ഭരണം കാഴ്ചവെച്ചതിൽ നിന്ന് മൂന്നാം തുടർ ഭരണം കിട്ടാത്തതിന്റെ ഈർഷ്യ അവർ തീർക്കുക. ഇത്തരത്തിലുള്ള VD സതീശന്റെ ഭാവനകൾക്കും സ്വപ്നങ്ങൾക്കും വിലങ്ങുതടിയായി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമരമുറയുമായിട്ടായിരിക്കും അവർ മുൻപോട്ട് പോകുന്നത്. മഞ്ജുഷ, ഈ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മഞ്ജുഷ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ബജറ്റിൽ അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെടുന്ന കാര്യങ്ങൾ, ബജറ്റിൽ മുൻപോട്ട് വെക്കുന്ന കാര്യങ്ങൾ, ബജറ്റിൽ കാണുന്ന ദീർഘവീക്ഷണങ്ങൾ, അത് പ്രായോഗികമായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് സംവിധാനമാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിലുള്ളത്? ജനങ്ങളെ വഞ്ചിതരാക്കാൻ വേണ്ടിയിട്ട് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു സംഭവം, ഉദാഹരണത്തിനില്ലയോ, ഈ ഉത്സവകാലമായ കഴിഞ്ഞാൽ വർഷം തോറും നടത്തി വരാറുള്ള പൂരാഘോഷം ഈ വർഷവും വെടിക്കെട്ടോടുകൂടി ഞങ്ങൾ പൂർവാധികം ഭംഗിയായി നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, ഈ നോട്ടീസിൽ അച്ചടിക്കുന്നത് പോലെ, ഇവിടെ ഈ ബജറ്റ് അവതരിപ്പിക്കുക എന്ന് കഴിഞ്ഞാൽ ആ ബജറ്റിലുള്ള എന്ത് കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കി എന്ന് ചോദിക്കാൻ ഇവിടെ ആരുമില്ല. അത് നടപ്പിലായോ എന്ന് നോക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. പിന്നെ എന്താണ് ഈ ബജറ്റ് കൊണ്ട് കാര്യം? ഇവിടെ VD സതീശൻ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്ന ഈ ബജറ്റ് നാളത്തെ ജനങ്ങൾക്ക്, അതായത് റേഷൻ കടകളിൽ നിന്ന് റേഷൻ വാങ്ങിയിട്ട് 13 സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോയിൽ നിന്ന് വാങ്ങിയിട്ട് നിത്യജീവിതം നയിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ ബജറ്റ് കൊണ്ട് എന്താണ് നാളേക്ക്, അല്ലെങ്കിൽ ജൂലൈ 1-ാം തീയതി ഈ ബജറ്റ് പാസ്സായ ശേഷം ജനങ്ങൾക്കുണ്ടാകുന്ന മെച്ചം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ജുഷിന് എന്ത് പറയാൻ പറ്റും? ഇവിടെ കോൺഗ്രസിനെ പ്രതികരിക്കുന്ന ശ്രീ ഡോക്ടർ ഹരിക്ക് എന്ത് പറയാൻ പറ്റും? ഒന്നുമില്ല. ഈ സ്വകാര്യ മൂലധന നിക്ഷേപം കൊണ്ട് കേരളത്തിന്റെ ഭാവി ഒരുപക്ഷെ ഭദ്രമാക്കാൻ സാധിച്ചേക്കാം എന്നേ പറയാൻ പറ്റൂ. കാരണം 4ഓളം ഇവിടെ എന്താണ് ലോക കേരള സഭകൾ നടത്തിയിട്ട് ഇതിന്റെ മറ്റൊരു മിറർ ഇമേജ് ആയിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് മുൻപിൽ കാഴ്ചവെച്ചത്. അതായത് സ്വകാര്യ മൂലധന നിക്ഷേപം ഈ ലോക കേരള സഭകൾ വഴി ഓരോരുത്തരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഈ ഏറ്റവും അവസാനം എടുത്തിട്ടുള്ള വിവരാവകാശ നിയമം വഴി ഈ 4 ലോക കേരള സഭകൾ നടത്തിയിട്ട് കേരളത്തിലേക്ക് 5 പൈസ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടില്ല. അപ്പോ VD സതീശനും മുൻപോട്ട് വെക്കുന്ന ഈ സ്വകാര്യ മൂലധന നിക്ഷേപം കൊണ്ട് നാളെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അടുത്ത വർഷം എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇതേപോലെ തന്നെ നിൽക്കുകയായിരിക്കും. അദ്ദേഹം കുറച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞു ഇതൊക്കെ നഷ്ടത്തിലാണെന്ന്. അടുത്ത കൊല്ലം ഈ ചർച്ചയിൽ എനിക്ക് പങ്കെടുക്കാൻ യോഗമുണ്ടെങ്കിൽ മഞ്ജുഷ ശ്രദ്ധിച്ചോളൂ, ആ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഇതേപോലെ നഷ്ടം കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളിൽ കടുത്ത നികുതി ഭാരം ചുമത്തിയതിനെതിരെ അങ്ങേയറ്റം സമരം ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 1 പൈസ ഒരു ലിറ്ററിന് വെള്ളക്കരം കൂട്ടിയതിന്റെ പേരിൽ. അപ്പൊ അന്ന് വരയ്ക്ക് 44 രൂപ പ്രതിമാസം വെള്ളക്കരം അടച്ചിരുന്ന എനിക്ക് ഇപ്പൊ അതിന് 188 രൂപയായി മാറിയിരിക്കുന്നത് ഈ 1 പൈസ വർദ്ധിപ്പിച്ചത് കൊണ്ടാണ്. അപ്പൊ സാധാരണ
ഈ കോർപ്പറേഷൻ വെള്ളം, മുനിസിപ്പാലിറ്റി വെള്ളം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സപ്ലൈ ചെയ്യുന്ന വെള്ളത്തെ മാത്രം ആശ്രയിക്കുന്നവർക്ക് എത്രത്തോളം വർധന ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാരമാണ്. ശരിയാണ്. ആ ശ്രീ ഒരു എം കെ ഹരിദാസ്, ഇവിടെ സ്വകാര്യ മൂലധന നിക്ഷേപം വന്നിട്ടേ ഇതൊക്കെ സാധ്യമാകൂ എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ സംസാരം വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, വരവ് കുറഞ്ഞു എന്ന് സമ്മതിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ ബാലഗോപാലിന്റെ ബജറ്റിൽ പറഞ്ഞിരുന്നത് പോലെ അല്ല വരവിന്റെ കണക്ക്. അത്രയും വരവ് ഉണ്ടാവുകയില്ല, റവന്യൂ വരവ് ഉണ്ടാവുകയില്ല ഈ സാമ്പത്തിക വർഷം എന്ന് ബജറ്റിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, അതിനനുസരിച്ച് ചെലവും കുറയ്ക്കുകയാണ്. നികുതി ഭാരം ഇപ്പോൾ അടിച്ചേൽപ്പിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ബജറ്റിൽ പുതിയ നികുതി ഒന്നുമില്ല. പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ ഒന്നും കുറച്ചിട്ടുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്, കഴിഞ്ഞ 1.5 മാസമായിട്ട് സർക്കാരിന് കിട്ടുന്ന ഒരു അധിക വരുമാനമുണ്ട്. കേന്ദ്രത്തിൽ പെട്രോൾ ഡീസൽ വില കൂട്ടിയത് കൊണ്ട് ഇവിടെ കിട്ടുന്ന അധിക വിൽപ്പന നികുതി ഒരു പൈസ പോലും അതിൽ കുറച്ചിട്ടില്ല. കാരണം പെട്രോൾ ഡീസൽ വില എത്ര കണ്ട് കൂടുന്നുവോ അത് സംസ്ഥാന സർക്കാരിന് ലാഭമാണ്. പിന്നെ സെസ്സും, രണ്ടുപേരുടെ സെസ് ഉണ്ടല്ലോ, അതിൽ ഒരു മാറ്റവും ഇല്ല കേട്ടോ. അതെ, നികുതി വർദ്ധിപ്പിക്കാത്തത് കൊണ്ട് ഇന്നിപ്പോ കോൺഗ്രസ് നേതാക്കളൊക്കെ ചാനലുകൾക്ക് മുമ്പിൽ പറയുന്നത് എന്താ? ഒരു പൈസയുടെ നികുതി വർധന ഈ സംസ്ഥാന സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഉണ്ടായോ? നികുതി വർദ്ധിപ്പിക്കാത്തത് കൊണ്ട് മാത്രം ഒരു സർക്കാരിനെ നല്ലതായി കാണാൻ, അല്ലെങ്കിൽ ആ സർക്കാർ അവതരിപ്പിച്ച ബജറ്റ് നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? ജനങ്ങൾക്കുള്ള നികുതി ഭാരത്തിൽ എന്ത് കുറവ് വരുത്താൻ ഈ സർക്കാരിനായി? ഞാൻ പ്രധാനമായിട്ട് പറയാൻ നിന്ന പോയിന്റ് തന്നെയാണ് മഞ്ജുഷ് പറഞ്ഞത്. ആ 2 രൂപ സെസ് നികുതി ചുമത്തിയത് എത്ര സമരം ചെയ്തിട്ടുണ്ട് ഈ കോൺഗ്രസ് പാർട്ടി ഇവിടെ കേരളത്തില്? എത്രത്തോളം ഭീകരാന്തരീക്ഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ്സുകാർ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ 2 രൂപ. ആ 2 രൂപ എന്തിനാണെന്നാണ് ഇടതുപക്ഷം പറഞ്ഞത്? ഇവിടുത്തെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ നടപ്പിലാക്കാൻ. അങ്ങേയറ്റം വിവരക്കേടായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കാരണം ഈ 2 രൂപ ചുമത്തിയത് കൊണ്ട് കേവലം പകുതി പേർക്ക് പോലും ഈ പെൻഷൻ നൽകാൻ സാധിക്കില്ലെന്ന് വിവരമുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ആ ചുമത്തിയ സെസ് ഇദ്ദേഹം മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഉടനെ പറഞ്ഞു, ഞാൻ പഠിച്ചിട്ടെ നോക്കട്ടെ. മഞ്ജുഷ് പറഞ്ഞതുമാതിരി തന്നെ അതൊരു വരുമാനമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലെ ആ 2 രൂപ കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല, വെള്ളത്തിന്റെ നികുതി കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല, കെട്ടിട നികുതി വർദ്ധിപ്പിച്ചത് കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല, സബ്സിഡി സാധനങ്ങൾക്ക് 13 സബ്സിഡി സാധനങ്ങൾക്ക് കൂട്ടിയ വില കുറച്ചിട്ട് മുൻപുണ്ടായിരുന്ന വിലയിലേക്ക് ആ പ്രാതിനിധ്യം കൊണ്ടുവരാൻ പോലും ഈ സർക്കാരിനായിട്ടില്ല. ആരോഗ്യ മേഖല, ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ ഒട്ടുമിക്ക മെഡിക്കൽ കോളേജുകളുടെ വിവരം ഡോക്ടർ ഹാരിസ് വിളിച്ചു പറഞ്ഞത് മഞ്ജുഷിന് അറിയില്ലേ? ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളുടെ കാര്യം എന്താ? അവിടെ അത്യാവശ്യത്തിന് വേണ്ട ഒരു ഉപകരണങ്ങളുമില്ല, മരുന്നില്ല, ഓപ്പറേഷൻ സാമഗ്രികളില്ലാണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് കേവലം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടല്ലേ ഹരിപ്പാട് ഒരു മെഡിക്കൽ കോളേജും തിരുവനന്തപുരത്ത് ഒരു പുതിയ മെഡിക്കൽ കോളേജും വരുമെന്നാണോ ഈ മുഖ്യമന്ത്രി പറയേണ്ടത്? ഇവിടെയുള്ള മെഡിക്കൽ കോളേജുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും അവിടെ എന്തെല്ലാം കുറവുകളുണ്ടോ അതെല്ലാം ഈ ബഡ്ജറ്റിലൂടെ നികത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതാ 100 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. 768 കോടി രൂപ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മെഡിക്കൽ കമ്പനികൾക്കും ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങൾ സപ്ലൈ ചെയ്തവർക്കും കൊടുക്കാനുണ്ട്. എന്തെങ്കിലും ഈ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പോ ഇവിടെ ശ്രീ ഹരിയും ശ്രീജിത്ത് പണിക്കരും പറയുന്നതൊക്കെ വലിയ കാര്യങ്ങളാണ് മഞ്ജുഷേ. എനിക്ക് ആ വലിയ കാര്യങ്ങൾ പറയാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാനത് ശ്രീജിത്ത് പണിക്കർ പറയുന്നത് പോലെ പറഞ്ഞ് അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ ഇതാണ് ചോദിക്കുന്നത്, നാളെ, അതായത് ഈ ബജറ്റ് അവതരിപ്പിച്ച ശേഷം നാളെ ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ ബജറ്റ് കൊണ്ടുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉപകാരം ഇതെല്ലാം സ്വകാര്യ നിക്ഷേപം വന്ന് കേരളത്തെ വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ച് സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാക്കിയിട്ടേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. നോക്കൂ, ഇതിനകത്ത് ഇപ്പോൾ ഹരിദാസേട്ടൻ പറഞ്ഞ കേട്ടിൽ അദ്ദേഹം ഈ ബുദ്ധിപരം അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം വിസ്മരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം 600 കോടി രൂപ ഇന്ന് KSRTCക്ക് എന്തിനു കൊടുത്തു എന്നുള്ളത് അദ്ദേഹം മിണ്ടുന്നില്ല. ആരാണ് അതിനകത്ത് സഞ്ചരിക്കുന്നത്? ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളാണ് സഞ്ചരിക്കുന്നത്, കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാണാതെ പോകരുത്. രണ്ടാമത്, ഇവിടെ അദ്ദേഹം പറയാൻ വിട്ടുപോയ കാര്യം കൂടെ ഞാൻ പറയാം. തിരുവനന്തപുരത്ത് ആശാ വർക്കർമാർ നടത്തിയിട്ടുള്ള സമരത്തെക്കുറിച്ച് അദ്ദേഹം പറയാൻ വിട്ടുപോയി. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരും നടത്തിയ സമരത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവർക്കുള്ള തുക എത്രയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഈ സർക്കാർ വന്നതിൻ്റെ 1 മാസമായിട്ടുള്ളൂ, ഇന്നലെ 1 മാസം തികഞ്ഞിട്ടേ ഉള്ളൂ. അതിനിടയിൽ എന്താ ചെയ്തിട്ടുള്ളത്? അവരുടെ വരുമാനം വർദ്ധിച്ചല്ലോ. അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്കൂളുകളിലെ പാചക തൊഴിലാളികൾക്ക് കിട്ടുന്ന തുക വർദ്ധിപ്പിച്ചു, ഇല്ലേ? അപ്പോൾ ഞങ്ങളിവിടെ സാധാരണക്കാരുടെ പ്രശ്നം ആദ്യം പരിഹരിക്കട്ടെ. ഇപ്പോൾ ഹരിദാസേട്ടനൊക്കെ അത്യാവശ്യം ജീവിക്കാൻ സംവിധാനം
സംവിധാനമൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ്. ഞാനും ഒക്കെ എനിക്കും ശ്രീയത്തിനും ഒക്കെ അതിനുള്ള പറ്റും. ഇവിടെ അതിനേക്കാൾ താഴെ ഒരുപാട് സാധാരണക്കാരുണ്ടെന്നേ. ആ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം തന്നെയാണ് ₹1 നികുതി, അന്തസ്സോട് തന്നെയാണ് വീണ്ടും പറയുന്നത്, ₹1 നികുതി, അധിക നികുതി ഈ സർക്കാർ ഈ ബജറ്റിൽ കൊണ്ടുവന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകളുടെ പ്രയാസം കണ്ടിട്ട് തന്നെയാണ്. ഇവിടുന്ന് സർക്കാരിന് ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സെസ്സിൽ നിന്ന് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ ആ പൈസ വിഷമിക്കേണ്ട താങ്കളിലേക്ക് വരും. ഹരിദാസേട്ട വയോജന വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ പ്രയോജനം ഹരിദാസേട്ടൻ അടക്കമുള്ള ആളുകൾക്ക് കിട്ടും. അതിനകത്തൊന്നും ഒരു സംശയവും വേണ്ട ആ കാര്യത്തിനകത്ത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ₹1 ഈ സർക്കാരിന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ചില ആളുകളൊക്കെ ചെയ്തതുപോലെ വീട്ടിലോട്ടൊന്നും കൊണ്ടുപോകാൻ ഞങ്ങൾ പോകുന്നില്ല. ആ പണം തിരിച്ച് ജനങ്ങളിലേക്ക് എത്രത്തോളം കൊടുക്കാൻ കഴിയുമോ, പമ്പ് ചെയ്യാൻ കഴിയുമോ അത് ഞങ്ങൾ ചെയ്യും. അതായത് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയെങ്ങാനും കുറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയെങ്ങാനും കുറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിടിപ്പോടെ ആയിരിക്കും സംസ്ഥാന സർക്കാർ അതിനെ കാണുക. കാരണം അധിക നികുതി വരുമാനം അങ്ങ് പോയി കിട്ടുമേ. ഇല്ല, അങ്ങനെയില്ല. ഇല്ല മഞ്ജുഷേ, രാജ്യത്ത് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിന്റെയും ഡീസലിന്റെയും അതോടൊപ്പം തന്നെ LPGയുടെയും ഒക്കെ വില കുറച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു വിഷമവും ഉണ്ടാവില്ല. ഞങ്ങൾ അതിവിടെ കുറയ്ക്കും. ജനങ്ങൾക്ക് അതിന്റെ ഇവിടെ പെട്രോളിന്റെയും ഡീസലിന്റെയും ബേസ് പ്രൈസിൽ കുറവുണ്ടാവുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും കുറയും. കൂടുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാർ അല്ലാതെ കുറയ്ക്കാൻ സൗകര്യമില്ല. അല്ല, അത് കുറയ്ക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇപ്പോൾ. പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യം ഞങ്ങളെ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് കുറയ്ക്കാത്തത്. അതല്ലാതെ നമുക്ക് മനഃപൂർവ്വമായിട്ടല്ല ഞങ്ങളത് ചെയ്യാത്തത്. മഞ്ജുഷ, ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഹരിദാസേട്ടൻ പറഞ്ഞപ്പോൾ വളരെ തമാശ രൂപേണ അദ്ദേഹം പറയുന്നത് കേട്ടു. ഞങ്ങൾ ഈ നികുതി പണത്തിനകത്ത് ₹1 പോലും നികുതി പണത്തിൽ കൂട്ടിയത് പറയുന്നത് എന്തോ മോശപ്പെട്ട കാര്യം പറയുന്ന പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് ചെറിയ കാര്യമല്ല. ചിലപ്പോൾ അങ്ങയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നികുതി കൂട്ടിയാൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ലെങ്കിലും പ്രയാസമുള്ള ആളുകളുണ്ട് സാർ, ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഈ ചെയ്യാവുന്നതിൻ്റെ പരമാവധി കൂട്ടി ഇതിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതിനെതിരെ സമരം ചെയ്തതുമാണ്. അതുകൊണ്ടാണ് ഇത്രയേറെ പ്രയാസം അനുഭവിക്കുമ്പോഴും ഞങ്ങൾ സ്വയം, ഈ സർക്കാർ തന്നെ സ്വയം പല കാര്യങ്ങളിലും പരിമിതമായി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അങ്ങ് പരിശോധിച്ച് നോക്കുക. ഇവിടെ മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ പൈസ ചെലവഴിച്ചിട്ടില്ല അധികം. അതോടൊപ്പം തന്നെ സർക്കാർ മന്ത്രിമാർക്കൊന്നും പുതിയ കാറ് കൊടുത്തിട്ടില്ല. എല്ലാവരും പഴയ കാറും പഴയ വീടും അതോടൊപ്പം തന്നെ അതിൻ്റെ സംവിധാനങ്ങളും ഒക്കെ പരിമിതമായിട്ടുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നത്. ഇതൊന്നും ചെയ്യാൻ ഒരു പ്രയാസവും ഈ സർക്കാരിനില്ല. അപ്പം ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി കണ്ട് അതിനൊരു മാതൃകാപരമായി നമ്മൾ പെരുമാറണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വളരെ പ്രായോഗികമായിട്ടാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഒരു കയ്യടിക്ക് വേണ്ടി പറയാം, നമുക്കിതാ ഈ സർക്കാർ ജീവനക്കാരുടെ മുഴുവൻ കൊടുക്കേണ്ടതായിട്ടുള്ള ഗഡുക്കൾ മുഴുവൻ കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ കൊടുക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ കൊടുക്കും, ഒരു തടസ്സവും ഉണ്ടാവില്ല. DA വർദ്ധിപ്പിച്ചാൽ ആ DA ഒരു തടസ്സവുമില്ലാതെ ഇത്രയും 10-28 ഗഡുക്കൾ ബാക്കി ഉണ്ടായതുപോലെയല്ല കഴിഞ്ഞ 10 വർഷം. അത് കൃത്യമായി കൊടുക്കുമെന്ന് തന്നെ പറഞ്ഞു. അത് ചെയ്യുക ചെയ്യും. ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടെങ്കിൽ, ശ്രീത്ത് പറഞ്ഞത് ശരിയാണ്, പ്രതിപക്ഷത്തിൻ്റെ സഹായം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള എല്ലാ തരത്തിലുള്ള ആളുകളുടെ സഹായങ്ങളും ഉണ്ടാവണം. ഇവിടെ സ്വകാര്യ നിക്ഷേപം കടന്നു വരുമ്പോൾ ശ്രീത് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. കൊടിയും പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിനെ സമരം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം മുന്നോട്ട് പോവില്ല. സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നു അതാണ്. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കുന്നതിൽ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അസന്റ് കേരളയൊക്കെ നടത്തിയത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പ്രതിപക്ഷത്തേക്ക് വന്നപ്പോൾ ട്രാക്ക് മാറിയിട്ടുണ്ട്. അതാണല്ലോ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും കണ്ടത്. സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുകയാണ് കേരളത്തിൻ്റെ കടലും കരയും അതുപോലെ തന്നെ ആകാശവും എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചു കഴിഞ്ഞു. അതെ, നമുക്കറിയാമല്ലോ, ഇവിടെ നമ്മുടെ അദാനി പോർട്ടുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലൊക്കെ തന്നെ എൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കരുണാദാനിയൊക്കെ തന്നെ ഇവർ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് സ്വകാര്യ നിക്ഷേപം കുഴപ്പമില്ല, അദാനി കുഴപ്പമില്ല. ഇനി അംബാനിയാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് CPM മാത്രമല്ല, കോൺഗ്രസിനും അങ്ങനെയാണ്. ഇപ്പോൾ അവർ പ്രത്യക്ഷത്തിൽ അദാനി അംബാനിയൊക്കെ തന്നെ എതിർത്തൊക്കെ സംസാരിക്കുമെങ്കിലും വ്യക്തിപരമായിട്ടൊരു സംസ്ഥാനത്തിൻ്റെ ചുമതലയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലത്തേക്കുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ യാത്രയുമായിട്ട് ഇന്ത്യ മുഴുവൻ നടക്കുന്ന സമയത്താണ് അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം അദാനിയോടൊപ്പം തന്നെ വേദി പങ്കിട്ട് അവിടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ 40,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് എൻ്റെ സ്റ്റേറ്റിൽ അദാനി നടത്താനായിട്ട് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത് എൻ്റെ സ്റ്റേറ്റിന്റെ വെൽഫെയർ ആണ് എന്നാണ്. ഞാൻ അവിടെ
കോൺഗ്രസിന്റെ ആദർശത്തിനോടൊപ്പമല്ല, മറിച്ച് അശോക് ഗെഹ്ലോട്ട് എന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന തീരുമാനത്തിനൊപ്പമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നല്ല കാര്യമാണ്, നടത്തേണ്ട കാര്യമാണ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഒന്ന്. രണ്ട്, ഇവിടെ നേരത്തെ ശ്രീ ഹരിദാസ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഞാനും അത് മുമ്പ് പലപ്പോഴും സ്ഥിരമായിട്ട് ആവർത്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഈ ബജറ്റിൽ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടത്തുന്നു, പക്ഷെ അതിന്റെ ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഒന്നാമത് ആരും അത് ചോദ്യം ചെയ്യുന്നില്ല. ഏതൊക്കെ രീതിയിലത്തേക്കുള്ള ഫണ്ട് യൂട്ടിലൈസേഷനാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ അതിന് സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട്. ഈ ബജറ്റ് വരുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഇപ്പോൾ കേന്ദ്രത്തിലാണെങ്കിൽ എക്കണോമിക് സർവേ, സംസ്ഥാനങ്ങളിലാണെങ്കിൽ എക്കണോമിക് റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പഠന റിപ്പോർട്ട് ഇറക്കും. അത് അത്രത്തോളം ഫൈനാൻഷ്യൽ രംഗത്ത് താല്പര്യമുള്ള ആൾക്കാരാണ് പൊതുവെ വായിച്ചു നോക്കുക, അല്ലാതെ പൊതുജനങ്ങൾ അങ്ങനെ നോക്കുകയോ മാധ്യമങ്ങൾ വലിയ ശ്രദ്ധയൊന്നും അതിന് കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്യാറില്ല. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് മാപ്പിംഗ് അല്ല എങ്കിൽ പോലും ഏതൊക്കെ പദ്ധതികളിൽ എത്രത്തോളം പണമാണ് ചെലവഴിച്ചത്, എന്താണ് അതിന്റെ നീക്കിയിരിപ്പ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അതിൽ അഡ്രസ്സ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് മാധ്യമങ്ങൾ പോലും വലിയ പ്രാധാന്യമൊന്നും തന്നെ അതിന് കൊടുത്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഇവിടെ ചർച്ചയിൽ പറഞ്ഞു വന്ന ഒരു കാര്യം, അത് നമ്മൾ ഈ പറയുമല്ലോ, ഈ വേർ ദർ ഈസ് ക്രെഡിറ്റ് അത് ഡ്യൂ ആണ്, അത് കൊടുക്കുക എന്ന് പറയുന്നത് പോലെ ₹1 പോലും നികുതി പുതുതായിട്ട് വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളതല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം ഓരോ തവണയും ഇവിടെ ബജറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ആൾക്കാരെ പിഴിയാം എന്ന രീതിയിലത്തേക്കുള്ള ഭാവനാപൂർണ്ണമായിട്ടുള്ള ഐഡിയാസ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ എന്തായാലും ഇവിടെ കുറെ ലാൻഡ് ട്രാൻസാക്ഷനോ വീട് വെപ്പോ രജിസ്ട്രേഷനോ ഒക്കെ തന്നെ നടക്കും, എന്നാൽ പിന്നെ രജിസ്ട്രേഷന്റെ കുറെ ചാർജ് കൂട്ടാം എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ നമ്മൾ ചിന്തിക്കാറുണ്ട്. കാരണം അതിൽ വേറെ കുറുക്കുവഴികളൊന്നുമില്ല. എന്തായാലും പ്രോപ്പർട്ടി ആണെങ്കിലും ഒക്കെ രജിസ്റ്റർ ചെയ്തേ പറ്റൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിന് ചെലവങ്ങ് വർദ്ധിപ്പിച്ചേക്കാം എന്ന രീതിയിലത്തേക്ക് ഈ റോക്കറ്റ് വിടുന്നത് പോലെ കുത്തനെയുള്ള വർധനയാണ് പലപ്പോഴും വരുത്തിയിട്ടുള്ളത്, നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടും ഇത്തവണ അതൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഒരു വർഷത്തേക്ക് ആൾക്കാർക്ക് അതിലൊരു ഒരു ആശ്വാസം നൽകി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല, അത് വളരെ വലിയൊരു കാര്യം. അത് വർധനയുടെ പാരമ്യത്തിൽ എത്തിച്ചു വെച്ചിരിക്കുകയാണല്ലോ. അതാണ് ഹരിദാസ് പറഞ്ഞത്, അതൊന്നും കുറയ്ക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത്. അല്ല, ഇത് നോക്കൂ, ഇതിൽ നമ്മൾ ഈ ടാക്സ് ചെയ്യുന്ന കാര്യത്തിലുള്ള കാര്യം മാത്രമേ ഈ ബജറ്ററി പ്രൊവിഷൻസിൽ വരത്തുള്ളൂ. അതല്ലാതെയുള്ള പല കാര്യങ്ങൾക്കും വിലവർധന വരുത്തുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വെള്ളത്തിന്റെ ടാക്സ് വർദ്ധിപ്പിക്കുന്നതിന് പിന്നീട് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ആരാണ്ട് ബജറ്റിൽ ചോദിച്ചതിന് ശേഷമാണോ മിൽമയുടെ പാലിന്റെ വില കൂട്ടിയിരിക്കുന്നത്? അല്ല. അപ്പൊ ആ രീതിയിലത്തേക്കുള്ള വിലവർധനയൊക്കെ വരുത്തും. പിന്നെ നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള, അതായത് ഇപ്പോൾ ഫ്ലാറ്റായിട്ട് പെട്ടെന്ന് ഒരു അടി എന്ന രീതിയിലത്തേക്ക് ആൾക്കാർക്ക് കിട്ടാവുന്ന രീതിയിലത്തേക്കുള്ള നികുതി വർധന വന്നിട്ടില്ല എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഇതിന്റെ ഈ എക്കണോമിക്സ് ആണ് ഞാൻ ഇതിനകത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇത് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ശ്രീ ഹരി അത് വിശദീകരിച്ചു. അതായത് നമ്മളിവിടെ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഒരു കുടുംബത്തിന് എന്ന രീതിയിലത്തേക്ക് കൊടുക്കുന്നു. അപ്പോൾ കേരളത്തിൽ എത്ര കുടുംബങ്ങളുണ്ടാവും? ചിലപ്പോൾ ഒരു 1 കോടി കുടുംബങ്ങളുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മൊത്തത്തിൽ അതിന് വകയിരുത്തിയിരിക്കുന്ന തുക എന്ന് പറയുന്നത് 10 കോടി രൂപയാണ്. അപ്പൊ 10 കോടി രൂപ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ പ്രീമിയം പേയ്മെന്റിന് തുല്യമായിട്ടുള്ള തുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പൊ അതിന്റെ വിശദീകരണമാണ് ശ്രീ ഹരി പറഞ്ഞത്. അതായത് ഇതിന്റെ ആസൂത്രണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണം, അതൊരു ടോക്കൺ എന്ന രീതിയിലാണല്ലോ, ടോക്കൺ എന്ന രീതിയിൽ കാണാമല്ലോ. എക്സാക്ട്ലി. അപ്പോൾ ആസൂത്രണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ മറ്റ് ഒന്നിലേക്ക് വരുന്നില്ല. എന്ന് വെച്ചാൽ അതിന്റെ ഒരു അപകടമുണ്ട്. ആ അപകടം 2 ഫോൾഡ് ആണ്. ഒന്നാമത്തെ അപകടം എന്ന് പറയുന്നത് 2026-27 സാമ്പത്തിക വർഷത്തിലേക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ആൾക്കാർക്ക് കാര്യമായിട്ട് കിട്ടാൻ പോകുന്നില്ല. കാരണം അതിന് ഫണ്ട് അലൊക്കേറ്റ് ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിന്റെ പ്ലാനിങ് മാത്രമാണ് ഈ ഒരു വർഷം നടക്കാൻ സാധ്യതയുള്ളത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പുതിയതായിട്ട് അടുത്ത വർഷത്തിൽ ഇതിനെ ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് പൈസ വരിക? ആര് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാ? എവിടെ നിന്ന് പൈസ കിട്ടും? അതിന് വേണ്ടിയിട്ട് പുതിയ ഏതെങ്കിലും ടാക്സ് സ്കീം ഇല്ല. അവിടെയാണ് ഈ ടാക്സിന്റെ പ്രത്യേകത വരുന്നത്. പുതിയ ടാക്സ് ഇല്ല, പുതിയ കളക്ഷൻ ഇല്ല, ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കണമെങ്കിൽ എവിടെ നിന്നാണ് ഈ പണം? എന്നാൽ നേരെ മറിച്ച് നമ്മൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിലേക്ക് പോകും. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ 600 കോടി രൂപ ഈ ഓർഡിനറി ബസ്സുകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓർഡിനറി ബസ്സുകളുടെ അതിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയ്ക്ക് ഒരു പക്ഷേ പര്യാപ്തമാകാൻ പറ്റുന്ന, ഏറെക്കുറെ അതിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു തുകയായിട്ട് ആ 600 കോടി രൂപ അവിടെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് നൽകുന്ന മറ്റൊരു സന്ദേശം ഫാസ്റ്റുകളിലേക്കോ സൂപ്പർ ഫാസ്റ്റിലേക്കോ, കാരണം പ്രഖ്യാപനം എന്ന് പറയുന്നത് ഓർഡിനറി ബസ്സിൽ നിന്നായിരുന്നില്ല, KSRTC ബസ്സിൽ നിന്നാണ്. അപ്പോൾ മറ്റ് കാറ്റഗറി ഓഫ് ബസ്സുകളിലേക്ക് അത് ഉടനെ എന്തായാലും പരിഗണനയിലേക്ക് വരുന്നില്ല. ഇനി അടുത്തത്, ഇത് കണ്ടെത്തുന്നതിന് വേണ്ടി നിലവിലുള്ള ടാക്സിൽ നിന്നുള്ള പണമാണ് ഈ 600 കോടി രൂപ കൊടുക്കുന്നത്. അല്ലാതെ ഈ 600 കോടി രൂപ കണ്ടെത്താനായിട്ട് പുതിയ ധനാഗമ മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടുന്ന പണത്തിൽ നിന്ന് ഈ ഒരു ഫ്രീ ബിക്ക് വേണ്ടിയിട്ട് ആൾക്കാർക്ക് കൊടുത്തു. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ പതിയേണ്ടത് എന്നുള്ളൊരു ചോദ്യം. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ആരോഗ്യ ഇൻഷുറൻസിന് നമ്മളിപ്പോൾ വകയിരുത്തിയിരിക്കുന്നത് 10 കോടി രൂപ,
സ്പേസ് എക്കോണമി എന്ന് പറഞ്ഞിട്ട് പ്രൈവറ്റ് സെക്ടറിന് കൂടി ഇൻവെസ്റ്റ്മെന്റ് വരേണ്ടുന്ന ഒരു കാര്യത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 5 കോടി രൂപ. യുവാക്കൾക്ക് വേണ്ടിയിട്ട് ജോബ് വാച്ച് ടവർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് 2 കോടി രൂപ. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് 10 കോടി രൂപ. പക്ഷേ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയ്ക്ക് വേണ്ടിയിട്ട് 600 കോടി രൂപ. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ഒരു പുതിയ സർക്കാർ വന്നതിന് ശേഷം ആദ്യം സോൾവ് ചെയ്യേണ്ടുന്നത് മോസ്റ്റ് പ്രസ്സിംഗ് നീഡ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സിലെ സൗജന്യ യാത്ര എന്നുള്ളതായിരുന്നോ? അല്ല. അപ്പൊ എന്ത് ചെയ്യുക? ഇതൊരു പോപ്പുലിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു നയത്തിനെ കൊണ്ടുവരികയാണ്. അടിയന്തര പ്രാധാന്യമില്ലാത്ത, എല്ലാ കാറ്റഗറിയിലുള്ള സ്ത്രീകൾക്ക് സൗജന്യ യാത്രയ്ക്ക് ഒരാവശ്യവുമില്ലാത്ത ഒരു സ്ഥലത്ത് ഇവരുടെ ആ ഒരു വോട്ട്, നിങ്ങൾ നൽകിയിരിക്കുന്ന വോട്ടിന് ഞങ്ങൾ നന്ദി കാണിക്കുന്നു, ഇനിയും തുടർന്നും നിങ്ങൾ ഞങ്ങൾക്ക് തന്നെ വോട്ട് തരണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു പോപ്പുലിസ്റ്റ് നയം കൊണ്ടുപോവുകയാണ്. ഇത് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അതായത് ആൾക്കാർക്ക് നമ്മുടെ കാര്യത്തിന്, നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഇപ്പൊ ഹെൽമെറ്റിന് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് പോലീസ് നിൽക്കുന്ന എന്ത് ഉദ്ദേശത്തിനാണ്? ടെക്നിക്കലി ഓൺ പേപ്പർ എന്താ? നമ്മുടെ ജീവനെക്കുറിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് ആശങ്ക ഉള്ളതുകൊണ്ടാണ്. സത്യത്തിൽ നമ്മുടെ ആരുടെയെങ്കിലും ജീവനെക്കുറിച്ച് ആഭ്യന്തര വകുപ്പിന് ആശങ്ക ഉള്ളതുകൊണ്ടാണോ ഈ വഴിയൊഴുക്കിലും ഈ വഴിവക്കിലും ഒളിഞ്ഞും ഒക്കെ പോലീസുകാർ നിന്നിട്ട് ഈ ഹെൽമെറ്റ് പിടിക്കുന്ന, സീറ്റ് ബെൽറ്റ് പിടിക്കുന്നത് അതുകൊണ്ടാണോ? അല്ല. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. ക്യാമറ ഇവിടെ കൊണ്ടുവന്ന് എന്തിനു വേണ്ടിയിട്ടാ? 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഒരു പണം അടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളത് നോക്കണം. 2, ഇത് വെച്ചതിന് ശേഷം ആൾക്കാർക്ക് ഇത് ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന പൈസ, വേറെ ചെലവില്ലാതെ കിട്ടുന്ന പൈസ, ഈ രീതിയിലത്തേക്കുള്ള ഒരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. പണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സമയത്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഈ ഫ്യുവൽ സെസ്സിനെ പറ്റി പറഞ്ഞില്ലേ, അതുവഴി കിട്ടുന്ന അമിത ലാഭം വേണോ വേണ്ടയോ എന്ന് പറയാൻ ഞാൻ ഒരു ഒറ്റ കാര്യം പറയാം. ഈ BJP എതിർക്കുന്നതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് കിട്ടുന്ന ഭാരിച്ച തുക, അതായത് ഈ ടാക്സിന്റെ ഫ്യുവൽ സെസ് വരുന്ന സമയത്ത് അതിന്റെ റേറ്റ് കൂട്ടുമ്പോൾ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് സെസ് കൂട്ടാതെ സംസ്ഥാനത്തിന് കിട്ടുന്ന വിഹിതം, ആ വിഹിതം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ധനമന്ത്രിയായിരുന്ന ശ്രീ KN ബാലഗോപാലിനെ ക്ലാസ് എടുത്ത ആൾക്കാരാണല്ലോ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന അവർ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട് മഞ്ജുഷ്. അന്ന് അവർ പറഞ്ഞു കൊടുത്തിരുന്ന ഒരു ഉദാഹരണമുണ്ട്. മുമ്പ് ഇതേപോലെ കൂട്ടിയപ്പോ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയിരുന്നത് കേവലം 10 പൈസയാണ്. സംസ്ഥാനത്തിന് കിട്ടിയിരുന്ന 10 പൈസ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ 10 പൈസ ഞാൻ വേണ്ട എന്ന് വെക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു ഉമ്മൻചാണ്ടി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ ഈ ന്യായം വല്ലതും പറയുന്നതിന്റെ കാര്യമുണ്ടോ? അതാണ് എന്റെ ചോദ്യം. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഇപ്പോൾ കേന്ദ്രത്തിൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ നെഞ്ചിടിപ്പ് കൂട്ടും. കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആ വരുമാനം കുറയുകയാണല്ലോ. എക്സാക്ട്ലി. ഒരു ചെലവുമില്ലാതെ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യാതെ കിട്ടുന്ന പൈസ. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഇപ്പൊ ശ്രീത്ത് പറഞ്ഞ മഞ്ജുഷ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ അതിനകത്ത് ശ്രീത്ത് പറഞ്ഞ ചില കാര്യത്തിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. കാരണം ശ്രീത്തിന്റെ അഭിപ്രായം പറയാൻ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രയോറിറ്റി എന്താകണം എന്നുള്ളത് സർക്കാരിനാണ് തീരുമാനിക്കണം. സർക്കാരിൻ്റെ തീരുമാനത്തിലെ പ്രയോറിറ്റി ഈ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയാണെന്ന് പറയാനുള്ള കാരണം അതിനൊരു ന്യായം കൂടിയുണ്ട്. കാരണം ഞങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടികൾ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ആ ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചപ്പോൾ ആ ഇന്ദിരാ ഗ്യാരണ്ടി വന്ന ഉടനെ ആദ്യ ദിവസം തന്നെ മുഴുവൻ നടപ്പാക്കും എന്നുള്ളതല്ല ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നല്ലോ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഈ പറഞ്ഞ ഇൻഷുറൻസ് പദ്ധതി. ആ ഇൻഷുറൻസ് പദ്ധതി ഈ വർഷം നടപ്പാക്കണമെന്ന നിർബന്ധമൊന്നുമില്ല. അതോടൊപ്പം തന്നെ 1000 രൂപ പെൺകുട്ടികൾ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് നമ്മൾ നടപ്പാക്കിയിട്ടില്ല. അത് നമ്മൾ ഈ സർക്കാർ 5 വർഷം സമയമുണ്ട്. ആ സർക്കാർ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് നടപ്പാക്കിയിരിക്കും. അതിൻ്റെ പ്രാഥമികമായ ചില കാര്യങ്ങൾക്ക് പഠനം ആവശ്യമാണ്. പഠനമില്ലാതെ നമുക്ക് എടുത്തടിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ 10 കോടി രൂപ അത് പ്രായോഗികമല്ല ഞങ്ങൾക്കറിയാം. ഞാനത് സൂചിപ്പിക്കുകയും ചെയ്തു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ വേണ്ടി പറയുകയാണ്. നമുക്ക് സ്ത്രീകളിലേക്ക് പണം എത്തിച്ചു കൊടുക്കാൻ വലിയൊരു പദ്ധതിക്ക് നമുക്കറിയാവുന്നതുപോലെ VBG റാംജി എന്ന് പറയുന്ന പദ്ധതിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടോ 1422.60 കോടി രൂപ അതിനു വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഗുണം ആർക്കാണ് കിട്ടുന്നത്? അത് അനുവദിച്ച് അത്രയും തുക മാറ്റിവെക്കുമ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിലേക്കാണ് ഇത് കിട്ടുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ആളുകളിലേക്ക് പണം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് സർക്കാരിനുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ പദ്ധതിക്ക് പണം മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറായിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, നമുക്കിപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾക്ക് ഇന്നൊരു വലിയ ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. അടുത്ത 3 മാസത്തേക്ക് 50% തുകയായിട്ട് അവരുടെ നികുതി കുറച്ചു കൊടുത്തിട്ടുണ്ട് സർക്കാർ. ചെറിയ കാര്യമല്ല. അപ്പോൾ അതിനകത്ത് ഇന്ന് എന്നെ നേരിട്ട് വിളിച്ച ഒരു ഇതുണ്ട്. എനിക്കത് മിക്കവാറും മുഖ്യമന്ത്രിയെ കാണാം. നമുക്കിവിടെ ടൂറിസ്റ്റ് ബസ്സുകൾക്കാണ് കൊടുത്തതെങ്കിൽ പോലും കോൺട്രാക്ട് കാരേജ് ബസ്സുകൾക്ക് അത് കൊടുത്തിട്ടില്ല. അതിൻ്റെ ഗുണം അവർക്ക് കിട്ടില്ല. അപ്പോൾ അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു 50% കുറയ്ക്കുക. അത് മാത്രമല്ല, നമ്മൾ ഇലക്ട്രിക് കാറുകളുടെ വില അതിന്റെ നികുതി അത്യാവശ്യം ചില മേഖലകളിലെങ്കിലും വന്നിട്ടുണ്ട് കേട്ടോ. അത് മനസ്സിലാക്കുക എന്നുള്ള. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്. ഈ സ്വകാര്യ നിക്ഷേപത്തിലൂടെ
ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ലാഭം കൂടി ഇന്ന് മുഖ്യമന്ത്രി എടുത്തു പറയുന്നുണ്ട്. വിവിധ മേഖലകളിൽ നിന്ന് പണം സർക്കാരിലേക്ക് വരുമാനമായി കിട്ടും, അതിൽ നികുതി വരുമാനവും ഉൾപ്പെടും. ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള ദീർഘവീക്ഷണമുള്ള പദ്ധതിയാണ് ഈ സ്വകാര്യ നിക്ഷേപകരെ ആകർഷിക്കുക എന്നുള്ളതാണ്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാകാതിരിക്കട്ടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കൂടിയായ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഇത്തരത്തിലുള്ള ചിന്താഗതി എന്ന് വിചാരിക്കട്ടെ മഞ്ജുഷേ. കാരണം ഇവിടെ ശ്രീജിത്ത് പണിക്കർ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ സ്വകാര്യ നിക്ഷേപകർ ഇവിടെ വന്നിട്ട് പണം മുടക്കാൻ തയ്യാറാവണം. അവർക്ക് ബോധ്യപ്പെടണം ഞങ്ങൾ മുടക്കുന്ന പണം എങ്ങനെ ഞങ്ങളിലേക്ക് തിരിച്ചെത്തും. അത് ഞങ്ങളിലേക്ക് തിരിച്ചെത്തുക പറഞ്ഞാൽ മുടക്കിയ മുതൽ പോരാ, അതിന്റെ 4 ഇരട്ടിയായിട്ട് ഞങ്ങളിലേക്ക് തിരിച്ചെത്തുമെന്നുള്ളൊരു ബോധ്യം അവർക്ക് വരത്തക്ക തോതിലുള്ള ഒരു അന്തരീക്ഷം കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെട്ടതിന് ശേഷമുള്ള ഇപ്പോൾ സ്വകാര്യ നിക്ഷേപകരെ ആകർഷിക്കാൻ വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് കോർപ്പറേറ്റുകളെ മാടി വിളിക്കുന്ന ഒന്നുകൂടിയാണ്. താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അത്. കോർപ്പറേറ്റുകളെ മാടി വിളിക്കട്ടെ മഞ്ജുഷെ. കോർപ്പറേറ്റുകളെ മാടി വിളിച്ചിട്ടുള്ള ഒന്നാമതൊരു കാര്യമുണ്ട്, ഞാൻ ആദ്യം തന്നെ പറയട്ടെ. കേവലം ഒരു 10-40 ദിവസമായിട്ടുള്ള ഒരു മന്ത്രിസഭയെ നമ്മൾ ആ മന്ത്രിസഭയുടെ ഭാവിയെ കുറിച്ചിട്ടോ മന്ത്രിസഭ ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടോ വിലയിരുത്തുന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ഡോക്ടർ ഹരി ഒരു കാര്യം മനസ്സിലാക്കുക, MK ഹരിദാസ് കണ്ടത്ര ബജറ്റ് ഒന്നും താങ്കൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം വയസ്സ് 66. ഒരുപാട് ധനകാര്യ വകുപ്പ് മന്ത്രിമാരുടെ ഒരുപാട് തള്ളുകൾ കേട്ടിട്ടുള്ള ആളാണ് MK ഹരിദാസ്. അതിലൊരു തള്ള് താങ്കൾ കേട്ടോളൂ. അതായത് തോമസ് ഐസക് എന്ന് പറയുന്ന എന്താണ് അദ്ദേഹത്തിന്റെ ശാസ്ത്രജ്ഞൻ, ധനകാര്യ ശാസ്ത്രജ്ഞൻ അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു ബജറ്റിൽ. അതായത് മലമ്പുഴയിലെ അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണ് കോരിയിട്ട് വിൽക്കുക വഴി സംസ്ഥാന സർക്കാരിന് 450 കോടി രൂപയുടെ വരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ആ പണം വിനിയോഗിക്കുക എങ്ങനെയാണ്? ഇവിടെ ഇപ്പൊ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതിൽ ഹരിദാസേട്ടന്റെ ഒരുപാട് കാര്യങ്ങൾ ഹരിദാസേട്ടനിലേക്ക് ഒഴുകുമെന്ന് താങ്കൾ പറഞ്ഞുല്ലോ. ഇതുമാതിരി തന്നെയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ഇവിടുത്തെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികളാണ് ഈ 450 കോടി രൂപയുടെ മണൽ വിറ്റിട്ടുണ്ടാവുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം ഒരു 3 കൊല്ലം മുമ്പ് ഈ മലമ്പുഴ ഡാമിലത്തെ മണ്ണ് ഒരു JCBയിലുള്ള കൊള്ളാവുന്ന മണ്ണ് അവിടുന്ന് കിട്ടിയിട്ടില്ല, വിറ്റിട്ടില്ല, ഒരു നായ പൈസ കിട്ടിയിട്ടില്ല. അപ്പൊ ധനകാര്യ വകുപ്പ് മന്ത്രിമാരുടെ അല്ലെങ്കിൽ ഇന്നത്തെ VD സതീശന്റെ വയോജനങ്ങൾക്കുള്ള വലിയൊരു കാര്യം വരാൻ പോകുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് MK ഹരിദാസിനെ പോലുള്ളവർ ഇരിക്കില്ല. ശ്രീഹരി, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, എന്താണെന്നറിയോ? 16 വയസ്സിൽ നയിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് ഈ ചർച്ചയ്ക്ക് വരുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് നയിക്കുക തന്നെയാണ്. നയിച്ചിട്ട് തന്നെയാണ് ഞാനൊക്കെ എന്റെ കുടുംബത്തെ ഒരു അരിക്കിൽ എത്തിച്ചിരിക്കുന്നത്. അല്ലാത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞു താങ്കൾ ശ്രദ്ധിച്ചില്ല. ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആശാവർക്കർമാരല്ല. ആശാവർക്കർമാരുടെ പ്രശ്നം 3000 രൂപയിൽ പരിഹരിച്ചു വെച്ചാൽ അതൊരു വിഭാഗത്തിൻ്റെത് മാത്രമാണ്. കേരളത്തിലെ KSRTCയിൽ യാത്ര ചെയ്യുന്ന 55% സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുഭവിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ മുഴുവൻ സ്ത്രീകൾക്കും മുഴുവൻ കുടുംബങ്ങൾക്കും കിട്ടാവുന്ന കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ല. ഒരു പൈസ വെള്ളത്തിന് കൂട്ടിയതിനാണ് നിങ്ങൾ ഒരാഴ്ചയോളം സമരം ചെയ്തത്. ആ ഒരു പൈസ കുറയ്ക്കാൻ തയ്യാറാകണമായിരുന്നു. അതുപോലെ തന്നെ 13 സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിന് ഏകദേശം ഒരാഴ്ചയോളം സമരം ചെയ്തതിനോട് അങ്ങേറ്റം കൂറു പുലർത്തിയ വ്യക്തിയാണ് ഞാൻ. എന്തുകൊണ്ട്? അതുമാതിരി തന്നെ ഇപ്പൊ 2026 ബജറ്റ് ഞാൻ സംസാരിക്കട്ടെ താങ്കൾ ശാന്തനായിട്ട് ഇരിക്കൂ. അതായത് ഈ ബാലഗോപാലിന് അവസാനം അവതരിപ്പിച്ച ബജറ്റിന്റെ പ്രസംഗത്തിന് ശേഷം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് സംസാരിക്കാൻ കിട്ടിയ അവസരത്തില് അദ്ദേഹം എടുത്തു പറഞ്ഞൊരു സംഗതിയുണ്ട്. എവിടെ സപ്ലൈകോക്ക് നൽകാനുള്ള 3500 കോടിയെ പറ്റിയിട്ട് ഈ ബജറ്റിൽ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് ആ പേപ്പർ കട്ടിങ് അയച്ചു തരാം. ഈ മുഖ്യമന്ത്രി കൂടിയായ ധനകാര്യ വകുപ്പ് മന്ത്രി കേവലം ഒരു 2 മാസം കഴിഞ്ഞ് അവതരിപ്പിച്ച ബജറ്റിലെ സപ്ലൈകോയുടെ 3500 രൂപയെ പറ്റിയിട്ടോ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾക്ക് കൂട്ടിയ വിലയെ കുറിച്ചിട്ടോ കുറയ്ക്കാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. VD സതീശന്റെ കാഴ്ചപ്പാടുകളും കാര്യങ്ങളെയൊക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ കുറച്ചും കൂടി ഞാൻ മഞ്ജുഷിനോടാണ് പറയുന്നത്, കുറച്ചും കൂടി മെച്ചപ്പെട്ട ജനങ്ങൾക്ക്, സാധാരണ ഇവിടെ മുണ്ട് മുറുക്കി കൊടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുണ്ട്. ഏകദേശം 600 രൂപയ്ക്ക് താഴെ പ്രതിദിന വരുമാനമുള്ളവർ, അവർക്ക് ഉപകാരപ്പെടുന്ന വിധത്തില് ഒരു ഇലക്ട്രിസിറ്റി ചാർജിൽ കുറവ് വരുത്താമെന്നെങ്കിലും പറയുകയോ, അതുപോലെ തന്നെ ബസ് ചാർജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-4 പ്രാവശ്യം ബസ് ചാർജ് കൂട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ബസ് ചാർജ് കുറയ്ക്കുന്നതിനെ പറ്റി ചിന്തിക്കാമെന്ന് പറയുകയോ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവിടെ തന്നെ പറയുന്നു 40 ദിവസത്തെ ഒരു സർക്കാരിനെ ഇത്തരത്തിലൊന്നും വിലയിരുത്തുന്നത് ശരിയല്ല. അവസാനിപ്പിക്കാം. മഞ്ജുഷ്, ഒരു കാര്യമുണ്ട്.
മഞ്ജുഷ ഒരു കാര്യം പറയാം. അതായത് ശ്രീ ഹരി ഒരു കാര്യം പറഞ്ഞോട്ടെ. താങ്കൾ ഇവിടെ സർക്കാരിന്റെ പ്രയോറിറ്റിയാണ് ഇപ്പൊ ഈ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ശരിയാണ്, പ്രയോറിറ്റിയാണ്. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സ്കീമിന്റെ 10 കോടി രൂപ പറഞ്ഞത് എന്ന് വെച്ചാൽ, എല്ലായ്പ്പോഴും ശ്രീ വി ഡി സതീശൻ പറയാറുള്ള ഒരു പോയിന്റ് കേരളത്തിലെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ആരോഗ്യ മേഖലയിൽ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. എന്നിട്ട് അതിനെ ഏറ്റവും ലഘൂകരിക്കാൻ പറ്റുന്ന സ്കീമാണ് ഉമ്മൻചാണ്ടി ഗ്യാരണ്ടി. എന്നിട്ട് ആ ഉമ്മൻചാണ്ടി ഗ്യാരണ്ടി നടപ്പാക്കാതെ അതിന്റെ പഠനം എന്ന് പറഞ്ഞുകൊണ്ട് 10 കോടി രൂപ കൊടുക്കുകയും അതേ തുക തന്നെയാണ് തേക്കിൻകാട് മൈതാനത്തിന്റെ മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതും. അപ്പൊ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം എത്രയാണ് എന്നുള്ളതും സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്കുള്ള 600 കോടിയും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ല അത്രയേ ഉള്ളൂ. അത് വളരെ സിമ്പിളാണ് ശ്രീത്തെ. അതിനകത്ത് അങ്ങ് ഒട്ടും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതിനകത്ത് ഈ 10 കോടിയിലൂടെ മാത്രമേ നമുക്ക് ആദ്യ ഒരു ടോക്കൺ എമൗണ്ട് എന്ന രീതിയിൽ പഠനം നടത്തി മാത്രമേ എൻ്റെ പ്രോജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എത്തരത്തിൽ അതിൻ്റെ സാധ്യതാ പഠനവും അതെങ്ങനെ നടപ്പാക്കണം, അതൊരു ചിലപ്പോൾ ഒരു 6 മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഈ പറയുന്ന ഈ വർഷം തന്നെ നമുക്ക് നടപ്പാക്കാൻ തീരുമാനം സർക്കാരിന് എടുക്കുന്നതിൽ എന്താ തടസ്സമുള്ളത്? ബജറ്ററി പ്രൊവിഷൻസിൽ നമ്മൾ ഇത് ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഓൾറെഡി നമ്മളിത് ഉൾപ്പെടുത്തി കഴിഞ്ഞു. പിന്നെ നമുക്കിതൊരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ നമുക്ക് നടപ്പാക്കാവുന്ന കാര്യമാണത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഹരിദാസേട്ടൻ പറഞ്ഞതാണ്. ഹരിദാസേട്ടൻ ഒരുപാട് ബജറ്റുകൾ കണ്ടു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞുവെങ്കിൽ പോലും ഈ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇഷ്യൂസ്, പ്രത്യേകിച്ച് സപ്ലൈകോയിൽ 13 ഐറ്റത്തിൻ്റെ വില കുറയ്ക്കാൻ സർക്കാരിൻ്റെ ബജറ്റിൽ പറയേണ്ട കാര്യമൊന്നുമില്ല അതൊന്നും. അതൊക്കെ തന്നെ സർക്കാർ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് ഡിസിഷനായി കൊണ്ടുവരാവുന്ന കാര്യങ്ങളാണ്. അത് തീർച്ചയായിട്ടും ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് ഉടനടി നടന്നില്ലെങ്കിൽ പോലും വിത്തിൻ ഒരു 6 months ടൈമിലെങ്കിലും ആ കാര്യങ്ങൾ ഒരു മാറ്റം, ഒരു സംശയവും വേണ്ട ഹരിദാസ് ഏട്ടാ, അങ്ങ് ധൈര്യമായിട്ട്. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വി ഡി സതീശന്റെ ആദ്യ ബജറ്റ് മികച്ചതോ? മികച്ചതാണെന്ന് 80% പ്രേക്ഷകർ, അല്ലെന്ന് 15%. വേണ്ടിപ്പേര് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.